കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1 കൊരിന്ത്യർ അധ്യായം 1. പൗലോസ് എഴുതുന്നത്: ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായി ഞാൻ വിളിക്കപ്പെട്ടു. ദൈവത്തിന്റെ ആഗ്രഹം അതായിരുന്നു. ക്രിസ്തുവിൽ നമ്മുടെ സഹോദരനായ സോസ്തനേസും ചേർന്ന് ശുഭാശംസകൾ അറിയിക്കുന്നത്. ക്രിസ്തുവിൽ പരിശുദ്ധരാക്കപ്പെട്ടവരായ കൊരിന്തിലെ ദൈവസഭയ്ക്ക്, നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധരായി വിളിക്കപ്പെട്ടു. അവരുടെയും നമ്മുടെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും ഒപ്പമാണ് നിങ്ങളും വിളിക്കപ്പെട്ടത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ക്രിസ്തുയേശുവിലൂടെ നിങ്ങളിൽ കൃപ ചൊരിഞ്ഞതിന് നിങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തോട് എല്ലായ്പ്പോഴും നന്ദി പറയുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിൽ എല്ലാ തരത്തിലും അനുഗ്രഹീതർ. നിങ്ങളുടെ സമസ്ത അറിവിലും എല്ലാ സംസാരത്തിലുമാണ് നിങ്ങൾ അനുഗ്രഹീതരായത്. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള സത്യം നിങ്ങളിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നത് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അതുകൊണ്ട് ദൈവികമായ എല്ലാ വരങ്ങളും ലഭിച്ചിരിക്കുന്നു. അവസാനം വരെ യേശു നിങ്ങളെ ശക്തരായി കാക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്ന ദിവസം നിങ്ങളിൽ ഒരു തെറ്റും ഉണ്ടാകാതിരിക്കും വിധം അവൻ നിങ്ങളെ ശക്തരായി കാക്കും. ദൈവം വിശ്വസ്തനാകുന്നു. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവുമൊത്ത് ജീവിതം പങ്കുവയ്ക്കാൻ നിങ്ങളെ വിളിച്ചവൻ അവനാകുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. നിങ്ങൾക്കിടയിൽ വിഘടനമില്ലാത്ത വിധം നിങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഒരേ ചിന്തയും ഒരേ ലക്ഷ്യവും കൊണ്ട് നിങ്ങൾ പൂർണ്ണമായും ഒത്തുചേരണമെന്ന് ഞാൻ യാചിക്കുന്നു. എന്റെ സഹോദര സഹോദരിമാരെ, ക്ലോവയുടെ കുടുംബത്തിൽപ്പെട്ട ചിലർ നിങ്ങളെപ്പറ്റി എന്നോട് പറഞ്ഞു. നിങ്ങൾക്കിടയിൽ തർക്കങ്ങളുള്ളതായി ഞാൻ അറിഞ്ഞു. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ ഒരാൾ ഞാൻ പൗലോസിന്റെ ആളാണ് എന്ന് പറയുന്നു. മറ്റൊരാൾ പറയുന്നു ഞാൻ അപ്പൊല്ലോസിന്റെ ആളാണ്. വേറൊരാൾ ഞാൻ കേഫായുടെ ആളാണ് എന്നും പറയുന്നു. ഇനിയും ഒരാൾ പറയുന്നു ഞാൻ ക്രിസ്തുവിന്റെ ആളാണ് എന്നാണ്. ക്രിസ്തുവിനെ പല സംഘങ്ങളായി വിഭജിക്കാനാവില്ല. പൗലോസ് നിങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടോ? ഇല്ല. പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ സ്നാനപ്പെട്ടത്? അല്ല. ക്രിസ്പോസിനെയും ഗായോസിനെയും അല്ലാതെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനപ്പെടുത്തിയില്ല എന്നതിന് ഞാൻ നന്ദി പറയുന്നു. കാരണം നിങ്ങളിൽ ആർക്കും ഇപ്പോൾ എന്റെ നാമത്തിലാണ് നിങ്ങൾ സ്നാനപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ലല്ലോ. സ്തെഫാനോസിന്റെ കുടുംബത്തെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. മറ്റാരെയും ഞാൻ തന്നെ സ്നാനപ്പെടുത്തിയതായി ഞാൻ ഓർമ്മിക്കുന്നില്ല. ആളുകളെ സ്നാനപ്പെടുത്തുന്ന ജോലി ക്രിസ്തു എന്നെ ഏൽപ്പിച്ചിട്ടില്ല. സുവിശേഷം പറയുക എന്ന ജോലിയാണ് ക്രിസ്തു എനിക്ക് നൽകിയത്. ലൗകിക വിജ്ഞാന വാക്കുകൾ ഉപയോഗിക്കാതെ സുവിശേഷം പറയാനാണ് ക്രിസ്തു എന്നെ അയച്ചത്. അത്തരം വിജ്ഞാനത്തിന്റെ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശിന്റെ ശക്തി നഷ്ടമായേനെ. നഷ്ടപ്പെട്ടവർക്ക് കുരിശിന്റെ ഉപദേശങ്ങൾ വിഡ്ഢിത്തങ്ങളാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്നവരായ നമുക്ക് അത് ദൈവിക ശക്തിയും ആകുന്നു. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ അർത്ഥമില്ലാത്തതാക്കും. എവിടെയാണ് വിജ്ഞാനി? വിദ്യാഭ്യാസമുള്ളവൻ എവിടെ? ഇക്കാലത്തെ തത്വചിന്തകൻ എവിടെ? ലോകത്തിന്റെ വിജ്ഞാനത്തെ ദൈവം വിഡ്ഢിത്തമാക്കി. ദൈവത്തിന്റെ വിജ്ഞാനം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ്: ഐഹികമായ വിജ്ഞാനത്തിലൂടെ ലോകം ദൈവത്തെ അറിയുകയില്ല. അതിനാൽ അത് വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം ഭോഷത്വമെന്ന് നമുക്ക് തോന്നുന്ന സന്ദേശം അയച്ചു. യഹൂദർ വീര്യപ്രവൃത്തികൾ തെളിവായി ആവശ്യപ്പെടുന്നു. യവനന്മാർക്ക് വിജ്ഞാനമാണ് വേണ്ടത്. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നു: ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. യഹൂദർക്ക് അതൊരു വലിയ പ്രശ്നമാകുന്നു, ജാതികൾക്ക് അതൊരു ഭോഷത്വവും. ദൈവത്താൽ വിളിക്കപ്പെട്ട യഹൂദനും യവനനും ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ വിജ്ഞാനവും ആകുന്നു. ദൈവത്തിന്റെ വിഡ്ഢിത്തം പോലും മനുഷ്യരുടെ വിജ്ഞാനത്തെക്കാൾ മികച്ചതാകുന്നു. അവന്റെ ദൗർബല്യം പോലും മനുഷ്യരെക്കാൾ ശക്തവുമാകുന്നു. സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു.
അതേപ്പറ്റി ചിന്തിക്കുക. വിജ്ഞാനത്തെ ലോകം വിധിക്കുന്ന പ്രകാരം നിങ്ങളിൽ അധികം പേരും വിജ്ഞാനികളല്ല. മിക്കവരും വലിയ സ്വാധീനമുള്ളവരല്ല. മിക്കവരും പ്രധാന കുടുംബങ്ങളിൽ നിന്നുള്ളവരുമല്ല. എന്നാൽ ജ്ഞാനികളെ നാണം കെടുത്താൻ ദൈവം ലോകത്തിലെ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ശക്തരായവരെ നാണം കെടുത്താൻ ദൈവം ലോകത്തിലെ ദുർബലമായതിനെ തിരഞ്ഞെടുത്തു. ലോകം അപ്രധാനമെന്ന് കരുതുന്നതിനെയും ദൈവം തിരഞ്ഞെടുത്തു. ലോകം വെറുക്കുകയും തള്ളുകയും ചെയ്തതിനെ അവൻ തിരഞ്ഞെടുത്തു. ലോകം പ്രധാനമെന്ന് കരുതുന്നതിനെ തകർക്കുകയാണ് അവന്റെ ലക്ഷ്യം. തന്റെ മുന്നിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങളെ യേശുക്രിസ്തുവിന്റെ ഭാഗമാക്കിയത് ദൈവമാണ്. ക്രിസ്തു നമുക്ക് ദൈവിക വിജ്ഞാനമായി. ദൈവത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുവാനും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുവാനും അവനാണ് കാരണം. നമ്മൾ വിശുദ്ധരാകുവാനും ക്രിസ്തുവാണ് കാരണം. അതിനാൽ തിരുവെഴുത്തിൽ പറയും പോലെ, പ്രശംസിക്കുന്നവർ കർത്താവിൽ മാത്രം പ്രശംസിക്കട്ടെ. 1 കൊരിന്ത്യർ അധ്യായം 2. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ദൈവത്തെപ്പറ്റിയുള്ള സത്യം ജ്ഞാനത്തിന്റെ വളച്ചുകെട്ടില്ലാതെ നിങ്ങളോട് ഞാൻ പറയുന്നു. നിങ്ങളോടൊപ്പമായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെയും അവന്റെ ക്രൂശു മരണത്തെയും ഒഴിച്ച് മറ്റെല്ലാം മറക്കാൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ അടുത്തു വന്നപ്പോൾ ഞാൻ ക്ഷീണിതനും ഭയം കൊണ്ട് വിറയ്ക്കുന്നവനും ആയിരുന്നു. എന്റെ പ്രബോധനവും ഉപദേശവും ആളുകളെ നിർബന്ധിക്കുന്ന ജ്ഞാനത്തിന്റെ വാക്കുകളായിരുന്നില്ല. പക്ഷേ ആത്മാവ് നൽകുന്ന ശക്തി എന്റെ ഉപദേശത്തിന്റെ തെളിവായിരുന്നു. നിങ്ങളുടെ വിശ്വാസം ദൈവത്തിന്റെ ശക്തിയിൽ അധിഷ്ഠിതമാകുവാനാണ്, മനുഷ്യന്റെ ജ്ഞാനത്തിലാകുവാനല്ല ഞാൻ ഇത് ചെയ്തത്. ജ്ഞാനത്തെ ഞങ്ങൾ പക്വതയുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ അത് ഐഹിക ജ്ഞാനമല്ല. ഈ ലോകത്തിലെ ഭരണാധികാരികളുടെ ജ്ഞാനമല്ല അത്. ആ ഭരണാധികാരികൾക്ക് തങ്ങളുടെ ശക്തി നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ രഹസ്യ ജ്ഞാനത്തെ പറ്റിയാണ്. ഈ ജ്ഞാനം ജനങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മഹത്വത്തിനായി ദൈവം ഈ ജ്ഞാനത്തെ ഒരുക്കിയിരിക്കുന്നു. ലോകാരംഭത്തിനു മുമ്പ് തന്നെ അവനത് ആസൂത്രണം ചെയ്തിരുന്നു. ഈ ലോകത്തിലെ ഭരണാധികാരികളിൽ ഒരുവനു പോലും ആ ജ്ഞാനം മനസ്സിലായില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ മഹത്വത്തിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. പക്ഷെ തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ, തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിട്ടുള്ളത് ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, ആർക്കും തോന്നിയിട്ടുമില്ല. പക്ഷെ ദൈവം നമുക്കിതെല്ലാം ആത്മാവിലൂടെ കാണിച്ചു തന്നിരിക്കുന്നു. ആത്മാവ് എല്ലാം അറിയുന്നു. ദൈവത്തിന്റെ ഏറ്റവും ഗഹനമായ രഹസ്യങ്ങൾ പോലും ആത്മാവിനറിയാം. അതിങ്ങനെയാണ്: ഒരാൾക്കും മറ്റൊരുവന്റെ മനസ്സറിയാനാവില്ല. അയാളുടെ ഉള്ളിൽ വസിക്കുന്ന അയാളുടെ ആത്മാവിന് മാത്രമേ ആ ചിന്തകൾ അറിയാൻ കഴിയൂ. ദൈവത്തിനും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ ചിന്തകൾ ആർക്കും അറിയില്ല. ദൈവത്തിന്റെ ആത്മാവിനെ ആ ചിന്തകൾ അറിയൂ. ലോകത്തിന്റെ ആത്മാവിനെ നാം സ്വീകരിച്ചിട്ടില്ല, പക്ഷെ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ നാം സ്വീകരിച്ചു. ദൈവം നമുക്ക് തന്ന കാര്യങ്ങളെ അറിയുവാൻ കഴിയുന്ന വിധമാണ് നാം ആത്മാവിനെ സ്വീകരിച്ചത്. ഇക്കാര്യങ്ങൾ നാം പറയുമ്പോൾ മനുഷ്യന്റെ ജ്ഞാനം നമ്മെ പഠിപ്പിച്ച വാക്കുകൾ നാം ഉപയോഗിക്കുന്നില്ല. ആത്മാവ് നമ്മെ പഠിപ്പിച്ച വാക്കുകൾ നാം ഉപയോഗിക്കുന്നു. ആത്മീയ കാര്യങ്ങൾ വിശദീകരിക്കാൻ നാം ആത്മീയ പദങ്ങൾ ഉപയോഗിക്കുന്നു. ആത്മീയതയില്ലാത്ത ഒരുവന് ദൈവാത്മാവ് നൽകുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനാവില്ല. അക്കാര്യങ്ങളൊക്കെ വിഡ്ഢിത്തങ്ങളാണെന്ന് അയാൾ കരുതുന്നു. ആത്മീയമായി മാത്രം വിധിക്കാനാകുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാകില്ല. പക്ഷേ ആത്മീയ ചിന്ത ഉള്ളവന് എല്ലാ കാര്യങ്ങളെയും വിവേചിക്കാൻ കഴിയുന്നു. മറ്റുള്ളവർക്ക് അയാളെ വിധിക്കാൻ കഴിയുകയില്ല. തിരുവെഴുത്ത് പറയുന്നു, കർത്താവിന്റെ മനസ്സ് ആരറിയുന്നു? കർത്താവ് എന്തു ചെയ്യണമെന്ന് ആർക്കു പറയാനാകും? പക്ഷേ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടായിരിക്കുന്നു. 1 കൊരിന്ത്യർ അധ്യായം 3. സഹോദരീ സഹോദരന്മാരെ, മുൻകാലങ്ങളിൽ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്ന പോലെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുവിൽ ശിശുക്കളായ നിങ്ങളോട് ലൗകികരോടെന്ന പോലെ എനിക്ക് സംസാരിക്കാനായുള്ളൂ.
ഞാൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശങ്ങൾ പാലുപോലെയായിരുന്നു, ഖരാഹാരം പോലെയായിരുന്നില്ല. നിങ്ങൾ ഖരാഹാരത്തിന് പാകമല്ലാതിരുന്നതിനാലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ പോലും നിങ്ങൾ ഖരാഹാരത്തിന് പാകമല്ല. നിങ്ങൾ ഇപ്പോഴും ആത്മീയ മനുഷ്യരല്ല. നിങ്ങൾ അസൂയാലുക്കളും പരസ്പരം തർക്കിക്കുന്നവരുമാണ്. നിങ്ങൾ ആത്മീയ മനുഷ്യരല്ലെന്ന് അത് കാണിക്കുന്നു. ലൗകികരെ പോലെ തന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളിൽ ഒരുവൻ പറയുന്നു, ഞാൻ പൗലോസിന്റെ അനുയായിയാണ്. മറ്റൊരാൾ പറയുന്നു, ഞാൻ അപ്പൊല്ലോസിന്റെ അനുയായിയാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ലൗകികരെ പോലെ പെരുമാറുകയാണ്. അപ്പൊല്ലോസ് അത്ര പ്രധാനിയാണോ? അല്ല. പൗലോസോ? അല്ല. നിങ്ങളെ വിശ്വാസികളാക്കാൻ സഹായിച്ച ദൈവത്തിന്റെ ദാസന്മാർ മാത്രമാണ് ഞങ്ങൾ. ദൈവം നിയോഗിച്ച കാര്യങ്ങളാണ് ഞങ്ങളിൽ ഓരോരുത്തരും ചെയ്തത്. ഞാൻ വിത്ത് നടുകയും അപ്പൊല്ലോസ് അതിന് വെള്ളമൊഴിക്കുകയും ചെയ്തു. പക്ഷേ വിത്ത് വളർത്തിയത് ദൈവമാണ്. അതിനാൽ വിത്ത് നട്ടവനോ അതിന് വെള്ളമൊഴിച്ചവനോ അല്ല പ്രധാനി, ദൈവമാണ് പ്രധാനം. കാരണം അവനാണല്ലോ വളർത്തുന്നത്. നടുന്നവനും വെള്ളമൊഴിക്കുന്നവനും ഒരേ കർമ്മമാണുള്ളത്. ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തിക്ക് സമ്മാനിതരാകുകയും ചെയ്യും. ഞങ്ങൾ ദൈവത്തിനായി ഒത്തുകൂടിയ പണിക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിന്റെ കൃഷിയിടവുമാകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഗൃഹവുമാകുന്നു. സമർത്ഥനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ ആ ഗൃഹത്തിന്റെ അടിത്തറ പണിതു. അങ്ങനെ ചെയ്യാൻ ദൈവം എനിക്ക് തന്ന വരം ഞാൻ ഉപയോഗിച്ചു. മറ്റുള്ളവർ ആ അടിത്തറമേലാണ് പണിയുന്നത്. പക്ഷേ ഓരോരുത്തരും താൻ എങ്ങനെയാണ് പണിയുന്നതെന്നതിൽ ശ്രദ്ധാലുവായിരിക്കണം. അടിത്തറ ഇട്ട് കഴിഞ്ഞു. മറ്റാർക്കും ഇനി മറ്റൊരു അടിത്തറ പണിയാനാവില്ല. പണിതു കഴിഞ്ഞ അടിത്തറ യേശുക്രിസ്തുവാകുന്നു. ആ അടിത്തറമേൽ ആർക്ക് വേണമെങ്കിലും സ്വർണം, വെള്ളി, രത്നം, തടി, പുല്ല്, വൈക്കോൽ എന്നിവയിൽ ഏതുകൊണ്ട് വേണമെങ്കിലും പണിയാം. പക്ഷേ ഓരോരുത്തർ ചെയ്യുന്ന പണിയും വ്യക്തമായി കാണപ്പെടും. കാരണം ആ ദിവസം അവയെല്ലാം തുറന്നു കാട്ടപ്പെടും. തീയോടുകൂടി ആ ദിവസം വരും. അത് ഓരോരുത്തരുടെ പ്രവൃത്തിയും പരിശോധിക്കും. അഗ്നിപരീക്ഷയ്ക്ക് ശേഷവും ഒരുവൻ പണിത ഗൃഹം നിലനിന്നാൽ അയാൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. എന്നാൽ അയാളുടെ കെട്ടിടം തീയിൽ എരിഞ്ഞാൽ അയാൾക്ക് നഷ്ടം സംഭവിക്കും. പക്ഷെ തീയിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ മാത്രം അവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയണം. ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആരെങ്കിലും ദൈവാലയം നശിപ്പിച്ചാൽ ദൈവം അവരെ നശിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്. നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ആലയമാകുന്നു. സ്വയം കബളിപ്പിക്കാതിരിക്കുക. സ്വയം ജ്ഞാനിയെന്ന് അഭിമാനിക്കുന്നവൻ വിഡ്ഢിയായി തീരട്ടെ. അപ്പോൾ അവൻ യഥാർത്ഥത്തിൽ ജ്ഞാനിയാകും. എന്തുകൊണ്ടെന്നാൽ ആ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, കൗശലം പ്രയോഗിക്കുമ്പോൾ ജ്ഞാനികളെ ദൈവം പിടിക്കുന്നു. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ കൂടി എഴുതിയിട്ടുണ്ട്, ജ്ഞാനികളുടെ ചിന്തകൾ ദൈവം അറിയുന്നു, അവരുടെ ചിന്തകൾ വൃഥാവാണെന്ന് അവൻ അറിയുന്നു. അതിനാൽ നിങ്ങൾ മനുഷ്യരെ ചൊല്ലി പ്രശംസിക്കരുത്. എല്ലാം നിങ്ങളുടേതാണ്. പൗലോസ്, അപ്പൊല്ലോസ്, കേഫ, പത്രോസ്, ഈ ലോകം, ജീവിതം, മരണം, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത് എല്ലാം നിങ്ങളുടേതാകുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതുമാകുന്നു. 1 കൊരിന്ത്യർ അധ്യായം 4. ഞങ്ങളെപ്പറ്റി ജനങ്ങൾ കരുതേണ്ടത് ഇങ്ങനെയാണ്: ഞങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. ദൈവം അവന്റെ രഹസ്യ സത്യങ്ങൾ ഏൽപ്പിക്കാൻ വിശ്വസിച്ചവരാണ് ഞങ്ങൾ. എന്തെങ്കിലും ഏൽപ്പിക്കപ്പെട്ടവർ അതിൽ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ എന്നെ വിധിച്ചാൽ ഞാൻ അത് വകവെക്കില്ല. ഏതെങ്കിലും മനുഷ്യക്കോടതി നടത്തുന്ന വിധിയും ഞാൻ വകവെക്കില്ല. ഞാൻ സ്വയം വിധിക്കുകയുമില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി എനിക്കറിയില്ല. എന്നാൽ എന്നെ അത് നിഷ്കളങ്കനാക്കുന്നില്ല. കർത്താവാണ് എന്നെ വിധിക്കുന്നവൻ. അതിനാൽ ശരിയായ സമയം വരും വരെ വിധിക്കരുത്. കർത്താവ് വരും വരെ കാത്തിരിക്കുക. ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്നവയെ അവൻ വെളിച്ചത്തിൽ കൊണ്ടുവരും. മനുഷ്യഹൃദയങ്ങളിലെ രഹസ്യങ്ങളെ അവൻ വെളിച്ചത്ത് കൊണ്ടുവരും. അപ്പോൾ ദൈവം ഓരോരുത്തരെയും അനുയോജ്യമായ വിധം പുകഴ്ത്തും. സഹോദരീ സഹോദരന്മാരെ, ഇക്കാര്യങ്ങളിൽ ഞാൻ അപ്പൊല്ലോസിനെയും എന്നെ തന്നെയും നിങ്ങൾക്ക് ഉദാഹരണമായി കാട്ടി.
തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നവ മാത്രം പിന്തുടരുക എന്ന വാക്കുകളുടെ അർത്ഥം നിങ്ങൾ ഞങ്ങളിൽ നിന്നും മനസ്സിലാക്കും വിധമാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരാളിൽ അഭിമാനിക്കുകയോ മറ്റൊരാളെ വെറുക്കുകയോ ഇല്ല. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ളതെല്ലാം നൽകപ്പെട്ടതാണെങ്കിൽ പിന്നെന്തിനാണ് അതെല്ലാം നിങ്ങളുടെ ശക്തി കൊണ്ട് നേടിയതാണെന്ന് അഹങ്കരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ ധനികരാണെന്ന് നിങ്ങൾ കരുതുന്നു. ഞങ്ങളെ കൂടാതെ നിങ്ങൾ രാജാക്കന്മാരായെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ യഥാർത്ഥത്തിലും രാജാക്കന്മാരായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കും നിങ്ങളോടൊത്ത് വാഴാമായിരുന്നു. എന്നാൽ എനിക്കും മറ്റ് അപ്പോസ്തലന്മാർക്കും അവസാനത്തെ സ്ഥാനമാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് കാണുന്നു. ഞങ്ങൾ മറ്റുള്ളവർ കാണുകെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരെ പോലെയാണ്. ദൂതന്മാർക്കും മനുഷ്യർക്കും ലോകമൊട്ടുക്കും കാണുവാൻ ഒരു കാഴ്ച പോലെയായി ഞങ്ങൾ. ക്രിസ്തുവിനു വേണ്ടി ഞങ്ങൾ വിഡ്ഢികളാണ്. പക്ഷേ നിങ്ങൾ കരുതുന്നു ക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങൾ ജ്ഞാനികളാണെന്ന്. ഞങ്ങൾ ദുർബലരാണ്. പക്ഷേ നിങ്ങൾ കരുതുന്നു നിങ്ങൾ കരുത്തരാണെന്ന്. ആളുകൾ നിങ്ങളെ ആദരിക്കുന്നു, ഞങ്ങളെ ആദരിക്കുന്നില്ല. ഈ നിമിഷം വരേക്കും ഞങ്ങൾക്ക് തിന്നാനോ കുടിക്കാനോ വേണ്ടത്ര ഇല്ല. ആവശ്യത്തിന് വസ്ത്രവുമില്ല. ചിലപ്പോഴൊക്കെ ഞങ്ങൾ മർദ്ദിക്കപ്പെടുന്നു. ഞങ്ങൾക്ക് വീടുമില്ല. ഞങ്ങൾ ഞങ്ങളെ പോറ്റുന്നതിന് സ്വന്തം കൈകൾ കൊണ്ട് കഠിനമായി അധ്വാനിക്കുന്നു. ജനങ്ങൾ ഞങ്ങളെ ശപിക്കുന്നു, പക്ഷേ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ആളുകൾ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോൾ ഞങ്ങളത് സഹിക്കുന്നു. ഞങ്ങളെ ജനങ്ങൾ ദുഷിക്കുമ്പോൾ ഞങ്ങൾ അവരെപ്പറ്റി നല്ലത് പറയുന്നു. ഇപ്പോഴും അവർ ഞങ്ങളെ ലോകത്തിന്റെ ചവറ് പോലെയും ഭൂമിയിലെ അഴുക്കായും കരുതുന്നു. നിങ്ങളെ നാണിപ്പിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ എന്റെ സ്വന്തം കുട്ടികൾക്കെന്ന പോലെ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാനാണ് ഇതെല്ലാം എഴുതുന്നത്. നിങ്ങൾക്ക് 10,000 ഉപദേശകർ ക്രിസ്തുവിലുണ്ടായിരിക്കാം, പക്ഷേ അനേകം പിതാക്കന്മാരുണ്ടാവില്ല. സുവിശേഷത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ പിതാവായിരിക്കുന്നു. അതിനാൽ എന്നെപ്പോലെ ആയിരിക്കുവാൻ ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത്. അവൻ കർത്താവിൽ എന്റെ പുത്രനാണ്. തിമോത്തിയോസിനെ ഞാൻ സ്നേഹിക്കുന്നു. അവൻ വിശ്വസ്തനുമാണ്. ക്രിസ്തുയേശുവിൽ ഞാൻ ജീവിച്ച മാർഗങ്ങൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ആ ജീവിത രീതിയാണ് ഞാൻ എല്ലായിടവും എല്ലാ സഭകളിലും പഠിപ്പിക്കുന്നത്. നിങ്ങളിൽ ചിലർ അഹങ്കാരികളായിരിക്കുന്നു. അഹങ്കരിക്കുന്നവർ കരുതുന്നത് ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും വരില്ല എന്നാണ്. പക്ഷേ ദൈവഹിതമാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് വരും. അപ്പോൾ എനിക്ക് കാണേണ്ടത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്, എന്തു പറയുന്നുവെന്നല്ല. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ശിക്ഷയോടുകൂടിയോ സ്നേഹത്തോടും മാന്യതയോടും കൂടിയോ വരേണ്ടത്? 1 കൊരിന്ത്യർ അധ്യായം 5. നിങ്ങൾക്കിടയിൽ ലൈംഗിക പാപമുണ്ടെന്നാണ് ജനങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത്. ദൈവത്തെ അറിയാത്തവരുടെ ഇടയിൽ പോലുമില്ലാത്ത വിധം വൃത്തികെട്ട ലൈംഗിക പാപമാണത്. സ്വന്തം അപ്പന്റെ ഭാര്യയെ വച്ചുകൊണ്ടിരിക്കുന്നവൻ പോലുമുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ടും നിങ്ങൾ സ്വയം അഭിമാനിക്കുന്നു. നിങ്ങൾ ഖേദിക്കേണ്ടിയിരുന്നു. അങ്ങനെ ചെയ്തവനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കുകയും വേണം. എന്റെ ശരീരം നിങ്ങളോടൊത്ത് അവിടെയില്ല, പക്ഷേ എന്റെ ആത്മാവുണ്ട്. ആ പാപം ചെയ്തവനെ ഞാൻ വിധിക്കുകയും ചെയ്യും. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന പോലെ തന്നെയാണ് ഞാൻ അവനെ വിധിച്ചത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഒത്തുചേരുക. ഞാൻ ആത്മാവിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവുകയും കർത്താവായ യേശുവിന്റെ ശക്തി നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇയാളെ സാത്താന് നൽകുക. അങ്ങനെ അവന്റെ പാപം നിറഞ്ഞ സ്വയം നശിപ്പിക്കപ്പെടട്ടെ. അപ്പോൾ അവന്റെ ആത്മാവ് കർത്താവിന്റെ ദിനത്തിൽ രക്ഷിക്കപ്പെടട്ടെ. നിങ്ങളുടെ അഹങ്കാരം നന്നല്ല. ഈ വചനം നിങ്ങൾക്കറിയില്ലേ? അല്പം പുളിമാവ് മുഴുവൻ അരിമാവിനെയും പുളിപ്പിക്കും. പഴയ എല്ലാ പുളിമാവും പുറത്തെടുക്കുക. അങ്ങനെയെന്നാൽ നിങ്ങൾ പുതിയൊരു അരിമാവാകും. നിങ്ങൾ യഥാർത്ഥത്തിൽ പുളിപ്പില്ലാത്ത പെസഹാപ്പമാണ്. അതെ, ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു യാഗം കഴിക്കപ്പെട്ടിരിക്കുന്നു.
അതുകൊണ്ട് നമുക്ക് നമ്മുടെ പെസഹ ഭക്ഷണം കഴിക്കാം. പക്ഷേ പഴയ പുളിമാവുള്ള അപ്പമല്ല. പഴയ പുളിമാവ് പാപവും ദുർവൃത്തിയുമാകുന്നു. എന്നാൽ നമുക്ക് പുളിപ്പില്ലാത്ത അപ്പം കഴിക്കാം. അത് നന്മയുടെയും സത്യത്തിന്റെയും അപ്പമാകുന്നു. ലൈംഗിക പാപം ചെയ്യുന്നവരുമായി യാതൊരു വിധത്തിലും ഇടപെടരുതെന്ന് ഞാൻ നിങ്ങൾക്കയച്ച കത്തിൽ എഴുതിയിരുന്നു. എന്നാൽ ഈ ലോകത്ത് പാപം ചെയ്യുന്നവരുമായി ഇടപെടരുതെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഈ ലോകത്തിലുള്ള ലൈംഗിക പാപം ചെയ്യുന്നവരും സ്വാർത്ഥരും പരസ്പരം വഞ്ചിക്കുന്നവരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുമായി ബന്ധപ്പെടരുതെന്നല്ല. അവരിൽ നിന്നും രക്ഷപ്പെടുന്നതിന് നിങ്ങൾ ഈ ലോകം വിട്ടുപോകണം. സ്വയം ക്രിസ്തുവിൽ സഹോദരനെന്ന് പറയുകയും ലൈംഗിക പാപം ചെയ്യുകയോ സ്വാർത്ഥനായിരിക്കുകയോ വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ആളുകളെ ചീത്ത പറയുകയോ കുടിച്ചു മത്തരാകുകയോ ആളുകളെ വഞ്ചിക്കുകയോ ചെയ്യുന്നവരുമായി ബന്ധപ്പെടരുത്. അവരോടൊത്ത് ഭക്ഷിക്കുക പോലും ചെയ്യരുതെന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. സഭയുടെ ഭാഗമല്ലാത്തവരെ വിധിക്കുക എന്റെ കർത്തവ്യമല്ല. ദൈവം അവരെ വിധിക്കും. പക്ഷേ നിങ്ങളുടെ സഭയുടെ ഭാഗമായവരെ നിങ്ങൾ വിധിക്കണം. തിരുവെഴുത്തിൽ പറയുന്നു, ദുഷ്ടനെ സംഘത്തിൽ നിന്നും പുറത്താക്കുക. 1 കൊരിന്ത്യർ അധ്യായം 6. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾക്ക് മറ്റൊരാൾക്കെതിരായി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിയമകോടതിയിലേക്ക് പോകുന്നത്? ദൈവത്തിനു മുമ്പിൽ നീതീകരിക്കപ്പെട്ടവരല്ല അവർ. പിന്നെ എന്തിനാണ്? ആരാണ് നീതിമാനെന്ന് നിശ്ചയിക്കാൻ നിങ്ങൾ അവരെ അനുവദിക്കുന്നത്? നിങ്ങൾ ലജ്ജിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനായി ദൈവത്തിന്റെ ആളുകളെ സമീപിക്കാത്തത്? ദൈവത്തിന്റെ ആളുകൾ ഈ ലോകത്തെ ആകെ വിധിക്കുമെന്ന് തീർച്ചയായും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തെ വിധിച്ചാൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ വിധിക്കാൻ നിങ്ങൾ തീർച്ചയായും പ്രാപ്തരാണ്. ഭാവിയിൽ നമ്മൾ ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ലൗകികമായ ഇത്തരം വിധികൾ നടത്താനും നമുക്കാവുമെന്ന് തീർച്ച. അതിനാൽ നിങ്ങൾക്കുള്ള തർക്കങ്ങളുമായി എന്തിന് സഭയിലില്ലാത്തവരുടെ അടുത്തേക്ക് പോകുന്നു? സഭയെ സംബന്ധിച്ചിടത്തോളം അവർ ആരുമല്ല. നിങ്ങളെ നാണിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. 2 സഹോദരന്മാർക്കിടയിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് മതിയായ വിജ്ഞരായ ചിലർ നിങ്ങൾക്കിടയിൽ തീർച്ചയായും ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെതിരെ കോടതിയിലേക്ക് പോകുന്നു. അവിശ്വാസികളെ നിങ്ങൾ വിധി പറയാൻ നിയോഗിക്കുന്നു. മറ്റുള്ളവർക്കെതിരെ നിങ്ങൾ കൊടുക്കുന്ന അന്യായങ്ങൾ ഓരോന്നും നിങ്ങൾ പരാജയപ്പെട്ടുവെന്നതിന് തെളിവാണ്. മറ്റുള്ളവരെ നിങ്ങൾക്കെതിരായി എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ അനുവദിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്ന്. ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കാൻ അനുവദിക്കുകയാണ് നന്ന്. പക്ഷെ നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു, അതും ക്രിസ്തുവിലുള്ള സ്വന്തം സഹോദരങ്ങളോട്. തെറ്റ് ചെയ്യുന്നവർക്ക് ദൈവരാജ്യത്തിൽ സ്ഥാനമില്ലെന്ന് തീർച്ചയായും നിങ്ങൾക്കറിയാം. വിഡ്ഢികളാക്കപ്പെടരുത്. ഇനി പറയുന്നവർക്ക് ദൈവരാജ്യത്തിൽ സ്ഥാനം ലഭിക്കില്ല. ലൈംഗിക പാപം ചെയ്യുന്നവർ, വിഗ്രഹാരാധകർ, വ്യഭിചരിക്കുന്നവർ, സ്വവർഗരതിക്കാർ, മറ്റുള്ളവരെ ലൈംഗിക പാപത്തിന് ഉപയോഗിക്കുന്നവർ, മോഷ്ടാക്കൾ, സ്വാർത്ഥർ, മദ്യപാനികൾ, മറ്റുള്ളവരെ ദുഷിക്കുന്നവർ, വഞ്ചകർ. മുൻകാലത്ത് നിങ്ങളിൽ ചിലരും അങ്ങനെയായിരുന്നു. പക്ഷേ നിങ്ങൾ കഴുകപ്പെട്ടു, നിങ്ങൾ വിശുദ്ധരാക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവിന്റെയും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ ദൈവത്തിനു മുമ്പിൽ നീതീകരിക്കപ്പെട്ടു. എല്ലാ കാര്യങ്ങളും എനിക്കായി അനുവദിച്ചിരിക്കുന്നു. പക്ഷേ എല്ലാം നന്നല്ല. എല്ലാം എനിക്കായി അനുവദിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ ഒന്നിനെയും എന്റെ യജമാനനാകാൻ അനുവദിക്കില്ല. ആഹാരം വയറിനും വയറ് ആഹാരത്തിനുമാണ്. അതെ, പക്ഷേ ദൈവം അവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ലൈംഗിക പാപത്തിനുള്ളതല്ല, ശരീരം കർത്താവിനുള്ളതാണ്, കർത്താവ് ശരീരത്തിനും. തന്റെ ശക്തി കൊണ്ട് ദൈവം കർത്താവായ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവം നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ തന്നെ ഭാഗങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ ഞാൻ ഒരിക്കലും ക്രിസ്തുവിന്റെ ഭാഗങ്ങൾ എടുത്ത് ഒരു വേശ്യയുമായി അവയെ കൂട്ടിച്ചേർക്കരുത്. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 2 പേർ ഒന്നായിത്തീരും. അതിനാൽ ഒരു വേശ്യയുമായി ചേർന്ന് ലൈംഗിക പാപം ചെയ്യുന്നവൻ ശരീരത്തിൽ അവളുമായി ഒന്നാകുകയാണ്. പക്ഷേ
കർത്താവുമായി ചേരുന്ന ഒരുവൻ ആത്മാവിലും അവനിൽ ഒന്നായിത്തീരും. അതിനാൽ ലൈംഗിക പാപത്തിൽ നിന്നും അകന്നു പോവുക. ഒരാൾ ചെയ്യുന്ന മറ്റോരോ പാപവും അവന്റെ ശരീരത്തിന് വെളിയിലാണ്. എന്നാൽ ലൈംഗിക പാപം ചെയ്യുന്നവൻ തന്റെ തന്നെ ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുള്ളിലാണ്. ദൈവത്തിൽ നിന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. നിങ്ങൾ നിങ്ങളുടെ തന്നെ സ്വന്തമല്ല. നിങ്ങളെ ദൈവം വിലയ്ക്ക് വാങ്ങി. അതിനാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. 1 കൊരിന്ത്യർ അധ്യായം 7. ഇനി നിങ്ങൾ എനിക്കെഴുതിയ കാര്യങ്ങളെപ്പറ്റി പറയാം. വിവാഹം കഴിക്കാതിരിക്കുകയാണ് ഒരാൾക്ക് നല്ലത്. പക്ഷേ ലൈംഗിക പാപത്തിന്റെ പ്രശ്നം അപകടമാണ്. അതുകൊണ്ട് ഓരോ പുരുഷനും സ്വന്തം ഭാര്യ ഉണ്ടാവണം. അതുപോലെ ഓരോ സ്ത്രീക്കും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കണം. ഭാര്യ എന്ന നിലയ്ക്ക് അവൾക്ക് വേണ്ടതെല്ലാം ഭർത്താവ് നൽകിയിരിക്കണം. അതുപോലെ ഭർത്താവ് എന്ന നിലയ്ക്ക് അയാൾക്ക് വേണ്ടതെല്ലാം ഭാര്യയും നൽകിയിരിക്കണം. ഭാര്യയ്ക്ക് തന്റെ ശരീരത്തിനു മേൽ അധികാരമുണ്ടായിരിക്കുകയില്ല. ഭർത്താവിനാണ് അവളുടെ ശരീരത്തിൽ അധികാരം. ഭർത്താവിന് തന്റെ തന്നെ ശരീരത്തിനു മേൽ അധികാരമില്ല. ഭാര്യയ്ക്കാണ് അയാളുടെ ശരീരത്തിനു മേൽ അധികാരം. നിങ്ങളുടെ ശരീരങ്ങൾ പരസ്പരം നൽകാൻ മടിക്കരുത്. എന്നാൽ ഒരു സമയത്ത് പരസ്പര സമ്മതത്തോട് മാത്രം ലൈംഗിക ബന്ധം പുലർത്തുകയില്ലെന്ന് നിങ്ങൾ നിശ്ചയിക്കണം. പ്രാർത്ഥനയ്ക്കുള്ള സമയം അതിനായി മാറ്റിവെക്കണം. എന്നിട്ട് വീണ്ടും ചേർന്നുകൊള്ളുക. സാത്താൻ നിങ്ങളുടെ ദൗർബല്യം പ്രലോഭനത്തിന് വിധേയമാക്കാതിരിക്കാനാണിത്. അല്പനേരത്തേക്കെങ്കിലും വേർപിരിയാൻ നിങ്ങളെ അനുവദിക്കുന്നതിനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇതൊരു കൽപ്പനയല്ല. എല്ലാ ജനങ്ങളും എന്നെപ്പോലെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഓരോരുത്തർക്കും അവനവന്റേതായി ദൈവത്തിന്റെ കൃപാവരമുണ്ട്. ഒരാൾക്ക് ഒരു കൃപാവരം, വേറൊരാൾക്ക് മറ്റൊന്ന്. ഇനി അവിവാഹിതർക്കും വിധവകൾക്കുമായി ഞാൻ ഇത് പറയുന്നു. എന്നെപ്പോലെ ഒറ്റയായിരിക്കുകയാണ് അവർക്ക് നല്ലത്. എന്നാൽ അവർക്ക് തങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ അവർ വിവാഹം കഴിക്കണം. ലൈംഗികേച്ഛയുമായി എരിഞ്ഞു പോകുന്നതിലും ഭേദം വിവാഹം കഴിക്കുകയാണ്. ഇനി ഞാൻ വിവാഹിതർക്ക് ഈ കൽപ്പന നൽകുന്നു. കൽപ്പന എന്നിൽ നിന്നുള്ളതല്ല, കർത്താവിൽ നിന്നുള്ളതാണിത്. ഒരു ഭാര്യ അവളുടെ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. എന്നാൽ ഒരു ഭാര്യ അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചാൽ പിന്നെ അവൾ വിവാഹം കഴിക്കരുത്. അല്ലെങ്കിൽ അവൾ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകണം. അതുപോലെ ഭർത്താവ് ഭാര്യയുമായുള്ള ബന്ധവും വേർപെടുത്തരുത്. മറ്റെല്ലാവർക്കുമായി ഞാൻ ഇങ്ങനെ പറയുന്നു. ഞാനാണിത് പറയുന്നത്, കർത്താവല്ല. ക്രിസ്തുവിൽ സഹോദരനായ ഒരുവന് അവിശ്വാസിയായ ഒരു പത്നി ഉണ്ടാവാം. അവൾ അവനോടൊത്ത് താമസിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത്. അതുപോലെ ഒരു സ്ത്രീക്ക് അവിശ്വാസിയായ ഒരു ഭർത്താവ് ഉണ്ടായേക്കാം. അവൻ അവളോടൊത്ത് താമസിക്കാൻ തയ്യാറായാൽ അവൾ അവനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യയിലൂടെ വിശുദ്ധനാക്കപ്പെടുന്നു. അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവിലൂടെ വിശുദ്ധിയാക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ശരിയല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ശുദ്ധരാകുമായിരുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങളുടെ കുട്ടികൾ നിഷ്കളങ്കരും പരിശുദ്ധരുമാണ്. എന്നാൽ അവിശ്വാസിയായ ഒരുവൻ ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചാൽ അവൻ പോയിക്കൊള്ളട്ടെ. ഇത് സംഭവിക്കുമ്പോൾ ക്രിസ്തുവിൽ സഹോദരനോ സഹോദരിയോ ആയവർ ബന്ധിതരല്ല. ദൈവം നമ്മെ സമാധാനമായൊരു ജീവിതത്തിന് വിളിച്ചു. ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കപ്പെടുത്തിയേക്കാം. ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കപ്പെടുത്തിയേക്കാം. പിന്നീട് എന്തുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയയില്ല. എന്നാൽ ഓരോരുത്തരും ദൈവം അവനവനും ജീവിക്കാൻ നൽകിയ വഴിയെ ജീവിക്കുക. ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചിരുന്ന വഴി. ഞാൻ എല്ലാ സഭകളിലും ഉണ്ടാക്കുന്ന ഒരു ചട്ടമാണിത്. വിളിക്കപ്പെട്ട സമയത്ത് ഒരുവൻ പരിച്ഛേദനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തന്റെ പരിച്ഛേദനം ഉപേക്ഷിക്കരുത്. വിളിക്കപ്പെടുമ്പോൾ പരിച്ഛേദനം ചെയ്തിട്ടില്ലാത്തവൻ ഇനി അത് ചെയ്യുകയുമരുത്. ഒരാൾ പരിച്ഛേദനം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് പ്രധാനമല്ല. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയാണ് പ്രധാനം. ഓരോരുത്തരും ദൈവം അവനെ വിളിച്ചപ്പോഴത്തെ വഴിയിൽ തുടരണം. ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളൊരു അടിമയായിരുന്നുവെങ്കിൽ അതേപ്പറ്റി വ്യാകുലപ്പെടേണ്ട. പക്ഷേ നിങ്ങൾക്ക് സ്വതന്ത്രനാകാൻ പറ്റുമെങ്കിൽ
സ്വതന്ത്രനാവാനുള്ള അവസരം ഉപയോഗിക്കുക. കർത്താവ് വിളിച്ചപ്പോൾ അടിമയായിരുന്നവൻ കർത്താവിൽ സ്വതന്ത്രനും കർത്താവിന്റെ സ്വന്തവുമാകുന്നു. അതുപോലെ വിളിക്കപ്പെട്ടപ്പോൾ സ്വതന്ത്രനായിരുന്നവൻ ഇപ്പോൾ ക്രിസ്തുവിന്റെ അടിമയുമാകുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് മനുഷ്യരുടെ അടിമകളാകരുത്. സഹോദരീ സഹോദരന്മാരെ, ദൈവത്തോടൊത്തുള്ള നിങ്ങളുടെ പുതിയ ജീവിതത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടപ്പോൾ എന്തായിരുന്നോ ആ മാർഗം തുടരണം. ഇനി ഞാൻ അവിവാഹിതരെ പറ്റി എഴുതുന്നു. എനിക്ക് ഇതേപ്പറ്റി കർത്താവിൽ നിന്നും കൽപ്പനകൾ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. കർത്താവ് എനിക്കായി വച്ചു നീട്ടിയ കാരുണ്യം കൊണ്ട് എനിക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിയും. ഇതൊരു കുഴപ്പം പിടിച്ച കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ അവിവാഹിതരായി തുടരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കൊരു ഭാര്യയുണ്ടെങ്കിൽ അവളിൽ നിന്ന് വേർപെടാൻ മുതിരരുത്. നിങ്ങൾക്ക് ഭാര്യയില്ല എങ്കിൽ ഒരു ഭാര്യയെ കണ്ടെത്താനും ശ്രമിക്കരുത്. പക്ഷേ വിവാഹം കഴിക്കാൻ നിങ്ങൾ നിശ്ചയിച്ചാൽ അതൊരു പാപമല്ല. ഒരിക്കലും വിവാഹം കഴിക്കാതിരുന്ന ഒരു പെൺകുട്ടി വിവാഹം ചെയ്യുകയാണെങ്കിൽ പാപം ചെയ്യുന്നില്ല. എന്നാൽ വിവാഹം കഴിക്കുന്നവർക്ക് ഈ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഈ പ്രയാസങ്ങളിൽ നിന്ന് മോചിതരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഇതാണ് ഞാൻ അർത്ഥമാക്കുന്നത്. നമുക്ക് ഇനിയും അധികം സമയം മിച്ചമില്ല. അതുകൊണ്ട് ഇപ്പോൾ മുതൽ ഭാര്യമാരുള്ളവർ തങ്ങൾക്ക് ഭാര്യമാരില്ലാത്തപ്പോഴെന്ന പോലെ കർത്താവിനെ സേവിക്കുക. ദുഃഖിതരായവർ ദുഃഖിതരല്ലാത്തതുപോലെ ജീവിക്കുക. സന്തോഷവാന്മാരായിട്ടുള്ളവർ സന്തോഷമില്ലാത്തവരായി ജീവിക്കുക. സാധനങ്ങൾ വാങ്ങുന്നവൻ ഒന്നുമില്ലാത്തതുപോലെ ജീവിക്കുക. ലൗകികമായ സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ സാധനങ്ങൾ തങ്ങൾക്ക് പ്രധാനമല്ല എന്ന രീതിയിൽ ജീവിക്കണം. ഈ ലോകം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഉടൻ തന്നെ മാറും എന്നതിനാലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ ഉത്കണ്ഠാകുലമായ ചിന്തകളിൽ നിന്നും മോചിതരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിവാഹിതനായ ഒരാൾ കർത്താവിന്റെ ജോലിയിൽ വ്യാപൃതനാകുന്നു. കർത്താവിനെ സന്തുഷ്ടനാക്കുവാനാണ് അയാളുടെ ശ്രമം. എന്നാൽ വിവാഹിതനായ ഒരുവൻ ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതനുമാണ്. അവൻ തന്റെ ഭാര്യയെ സന്തുഷ്ടയാക്കുവാനാണ് ശ്രമിക്കുന്നത്. അയാൾ രണ്ട് കാര്യങ്ങളെപ്പറ്റി ആലോചിക്കണം: സ്വന്തം ഭാര്യയെ പ്രസാദിപ്പിക്കുക, കർത്താവിനെ പ്രസാദിപ്പിക്കുക. അവിവാഹിതയായ ഒരു സ്ത്രീയോ ഒരിക്കലും വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയോ അവരുടെ മുഴുവൻ സമയവും കർത്താവിനായി സമർപ്പിക്കും. അവൾക്ക് തന്റെ ആത്മാവും ശരീരവും മുഴുവനും കർത്താവിന് സമർപ്പിക്കാനാകണം. എന്നാൽ വിവാഹിതയായ ഒരു സ്ത്രീ ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതയാണ്. തന്റെ ഭർത്താവിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവൾ ചെയ്യുന്നത്. നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളെ പരിമിതപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത്. പക്ഷേ നിങ്ങൾ നേരായ മാർഗത്തിൽ ജീവിക്കണമെന്നാണ് എനിക്കാഗ്രഹം. നിങ്ങളുടെ ശ്രദ്ധ വേറെ കാര്യങ്ങളിൽ വ്യതിചലിക്കാതെ കർത്താവിന് നിങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുവൻ തന്റെ കന്യകയായ മകളെ വിവാഹത്തിന് നല്ല പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് ചിന്തിച്ചേക്കാം. വിവാഹം അനിവാര്യമാണെന്ന് അയാൾ ആലോചിച്ചേക്കാം. അയാൾ അവളെ വിവാഹം കഴിക്കാനും അനുവദിക്കണം. അത് പാപമല്ല. പക്ഷേ മറ്റൊരാൾ കുറെ കൂടി ഉറച്ച മനസ്സുള്ളവനായിരിക്കും. വിവാഹത്തിന്റെ പ്രശ്നമേ ഇല്ലാത്തതിനാൽ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം. തന്റെ കന്യകയായ പുത്രിയെ അവിവാഹിതയായി തുടരാൻ അയാൾ തീരുമാനിച്ചാൽ അയാൾ ചെയ്യുന്നത് ശരിയാണ്. തന്റെ കന്യകയായ പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തയാൾ ചെയ്യുന്നത് നല്ലതാണ്. അവളെ കല്യാണം കഴിച്ചു കൊടുക്കാത്തയാൾ അതിലും നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീ തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുവോളം കാലം അയാളിൽ ബന്ധിതയാണ്. ഭർത്താവ് മരിച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ടാകും. പക്ഷേ അവൾ കർത്താവിൽ വിവാഹം കഴിക്കണം. വീണ്ടും വിവാഹിതയാകാതിരുന്നാൽ അവൾക്ക് കൂടുതൽ സന്തോഷം. ഇത് എന്റെ അഭിപ്രായമാണ്. എനിക്ക് ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ അധ്യായം 8. ഇനി വിഗ്രഹങ്ങൾക്ക് യാഗമർപ്പിക്കപ്പെട്ട മാംസത്തെപ്പറ്റി ഞാൻ എഴുതാം. നമുക്കെല്ലാം അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് നിങ്ങളെ അഹംഭാവത്താൽ ചീർപ്പിക്കുന്നു.
പക്ഷെ സ്നേഹം മറ്റുള്ളവരെ ശക്തരാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. തനിക്ക് ചിലതൊക്കെ അറിയാമെന്ന് കരുതുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഒന്നും അയാൾ അറിയേണ്ടതുപോലെ അറിയുന്നില്ല. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്താൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് മാംസഭക്ഷണത്തെപ്പറ്റി ഞാൻ ഇതാണ് പറയുന്നത്. ഒരു വിഗ്രഹം ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ ഒന്നുമല്ലെന്ന് നമുക്കറിയാം. ദൈവം ഒന്നേ ഉള്ളുവെന്നും നമുക്കറിയാം. ദൈവമെന്ന് വിളിക്കപ്പെടുന്ന പലതും സ്വർഗത്തിലോ ഭൂമിയിലോ ഉണ്ട് എന്നത് പ്രധാനമല്ല. ജനങ്ങൾ ദൈവമെന്നും കർത്താവെന്നും വിളിക്കുന്ന അനേകം സാധനങ്ങളുണ്ട്. പക്ഷേ നമുക്കൊരു ദൈവമേ ഉള്ളൂ. അവൻ നമ്മുടെ പിതാവാകുന്നു. എല്ലാം അവനിൽ നിന്നും വന്നു. നാം അവനു വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു. കർത്താവും ഒന്നേയുള്ളൂ. അവൻ യേശു ക്രിസ്തുവാകുന്നു. എല്ലാം യേശുവിലൂടെ ഉണ്ടാക്കപ്പെട്ടു. നമുക്ക് അവനിലൂടെ ജീവനും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഇതറിയയില്ല. ചിലർക്ക് ഇപ്പോൾ വരെ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇറച്ചി കഴിക്കുമ്പോൾ അത് വിഗ്രഹത്തിൻ്റെതാണെന്ന് തോന്നലുണ്ട്. ആ മാംസം തിന്നുന്നത് ശരിയാണോ എന്നവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് തിന്നു കഴിയുമ്പോൾ അവർക്ക് കുറ്റബോധമുണ്ടാകും. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല. ആഹാരം കഴിക്കാൻ വിസമ്മതിക്കുന്നതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള പ്രീതിക്കും കുറവൊന്നും ഉണ്ടാവില്ല. തിന്നുന്നത് നമ്മെ നന്നാക്കുകയുമില്ല. എന്നാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ജാഗ്രത പുലർത്തുക. ആ സ്വാതന്ത്ര്യം ദുർബലമായ വിശ്വാസമുള്ളവരെ പാപത്തിലേക്ക് തള്ളാം. നിങ്ങൾക്ക് അറിവുണ്ട്. അതുകൊണ്ട് അന്യദേവനെ ആരാധിക്കുന്ന ഇടത്തിലിരുന്ന് ആഹാരം കഴിക്കുന്നതിൽ വിഷമം തോന്നുകയില്ല. ദുർബല വിശ്വാസിയായ ഒരുവൻ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടെന്നിരിക്കാം. അതവനെ വിഗ്രഹത്തിന് ബലി കൊടുത്ത മാംസം ഭക്ഷിക്കാൻ പോലും പ്രേരിപ്പിച്ചേക്കാം. പക്ഷേ അത് തെറ്റാണെന്നാണവൻ യഥാർത്ഥത്തിൽ കരുതുന്നത്. അതിനാൽ ദുർബലനായ ആ സഹോദരൻ നിങ്ങളുടെ അറിവിനാൽ ദുർബലനായി നശിച്ചു. ഈ സഹോദരനു വേണ്ടിയും കൂടിയാണ് ക്രിസ്തു മരിച്ചത്. നിങ്ങൾ ഇതുപോലെ ക്രിസ്തുവിൽ സഹോദരീ സഹോദരന്മാർക്ക് എതിരായി പാപം ചെയ്യുകയും അവർക്ക് തെറ്റെന്ന് തോന്നുന്നത് ചെയ്യിക്കാൻ കാരണമാവുകയും ചെയ്യുമ്പോൾ നിങ്ങളും ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ തിന്നുന്ന ഭക്ഷണം എന്റെ സഹോദരനെ പാപത്തിലേക്ക് തള്ളിയിടുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മാംസം കഴിക്കില്ല. എന്റെ സഹോദരനെ പാപിയാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മാംസഭക്ഷണം നിർത്തും. 1 കൊരിന്ത്യർ അധ്യായം 9. ഞാനൊരു സ്വതന്ത്രനാണ്. ഞാനൊരു അപ്പോസ്തലനാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിലുള്ള എന്റെ ജോലിയുടെ ഉദാഹരണമാണ് നിങ്ങൾ. മറ്റുള്ളവർ എന്നെ ഒരു അപ്പോസ്തലനായി സ്വീകരിക്കുകയില്ല. പക്ഷേ നിങ്ങൾ എന്നെ ഒരു അപ്പോസ്തലനായി സ്വീകരിക്കും. ഞാൻ കർത്താവിൽ ഒരു അപ്പോസ്തലനാണെന്നതിന് തെളിവാണ് നിങ്ങൾ. ചിലർക്ക് എന്നെ വിധിക്കണം. അവർക്ക് നൽകുവാനുള്ള എന്റെ ഉത്തരം ഇതാണ്: ഞങ്ങൾക്ക് തിന്നുവാനും കുടിക്കുവാനുമുള്ള അവകാശമില്ലേ? യാത്ര ചെയ്യുമ്പോൾ വിശ്വാസിയായ ഭാര്യയെ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? മറ്റ് അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫായും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ബർന്നബാസും ഞാനും മാത്രം ഉപജീവനത്തിനു വേണ്ടി അധ്വാനിക്കണമെന്നാണോ? സ്വന്തം ശമ്പളം സ്വയം നൽകുന്ന ഒരു പട്ടാളക്കാരനുമില്ല. സ്വയം നട്ടുവളർത്തിയ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഏതാനും മുന്തിരി തിന്നാത്ത ഒരുവനുമില്ല. ആട്ടിൻപറ്റത്തെ നയിച്ചിട്ട് അതിന്റെ പാല് കുടിക്കാത്തവനുമില്ല. ഇതൊക്കെ മനുഷ്യർ ചിന്തിക്കുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ ന്യായപ്രമാണം ഇത് തന്നെ പറയുന്നു. അതെ, മോശയുടെ ന്യായപ്രമാണത്തിൽ ഇത് തന്നെ എഴുതിയിട്ടുണ്ട്: ധാന്യം മെതിക്കാൻ ഉപയോഗിക്കുന്ന മൃഗത്തിന്റെ വായ് പൊത്തി ധാന്യം തിന്നുന്നതിൽ നിന്ന് അതിനെ തടയരുത്. ദൈവം ഇത് പറയുമ്പോൾ അവൻ പണിമൃഗങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിച്ചിരുന്നുള്ളോ? അല്ല, അവൻ യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിരുന്നത്. തിരുവെഴുത്തിലെ ആ ഖണ്ഡിക ഞങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. കൊയ്യുന്നവനും മെതിക്കുന്നവനും വേലയ്ക്ക് കൂലിയായി അല്പം ധാന്യം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ജോലി ചെയ്യണം. ഞങ്ങൾ നിങ്ങളിൽ ആത്മീയ വിത്ത് വിതച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ഭൗതികമായതിൽ നിന്നും ഈ ജീവിതത്തിന് ഞങ്ങൾക്ക് കുറച്ച് വിളവെടുക്കാമല്ലോ. തീർച്ചയായും അതൊരു അത്യാഗ്രഹമല്ല. മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുവാൻ അവകാശമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും
ഞങ്ങൾക്കും ഈ അവകാശമുണ്ട്. പക്ഷേ ഞങ്ങൾ ആ അവകാശം ഉപയോഗിക്കുന്നില്ല. ഇല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കുന്നതിൽ നിന്നും ഞങ്ങൾ ആരെയും തടയാതിരിക്കാൻ ഞങ്ങളെല്ലാം സഹിക്കുന്നു. ദൈവാലയത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അവിടുന്ന് തന്നെ ഭക്ഷണം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് യാഗപീഠത്തിൽ അർപ്പിക്കപ്പെട്ടതിന്റെ പങ്ക് കിട്ടും. സുവിശേഷ പ്രസംഗകരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. സുവിശേഷ പ്രസംഗകർക്ക് ജീവനാംശം അവരുടെ തൊഴിലിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിലൊരവകാശവും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇതൊന്നും നേടാൻ ശ്രമിക്കുന്നുമില്ല. ഞാൻ ഇതെഴുതുന്നതിന്റെ ലക്ഷ്യവും അതല്ല. അഭിമാനിക്കാനുള്ള എന്റെ അവകാശം എടുത്തു മാറ്റപ്പെടുന്നതിലും മരിക്കുകയാണ് എനിക്ക് ഭേദം. സുവിശേഷം പ്രസംഗിക്കുന്നത് എനിക്ക് പ്രശംസിക്കാൻ വേണ്ടിയല്ല. സുവിശേഷ പ്രസംഗം ഞാൻ ചെയ്യേണ്ട എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിലാണ് എനിക്ക് ദുരിതം. ഇത് ഞാൻ തന്നെ തിരഞ്ഞെടുത്തതായിരുന്നു എങ്കിൽ സുവിശേഷം ഞാൻ പ്രസംഗിച്ചാൽ ഞാൻ ഒരു പ്രതിഫലം അർഹിക്കുന്നു. പക്ഷെ എനിക്ക് മറ്റു പോംവഴികളില്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കണം. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട കടമ ഞാൻ നിർവഹിക്കുന്നു എന്നു മാത്രം. പിന്നെ എന്ത് പ്രതിഫലമാണ് എനിക്ക് കിട്ടുക? ഇതാണ് എന്റെ പ്രതിഫലം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അത് പറയാം. ആ രീതിയിൽ പ്രസംഗിക്കുന്നതിന് പ്രതിഫലത്തിനുള്ള അവകാശം ഞാൻ ഉന്നയിക്കരുത്. ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ ആരുടെയും ആളല്ല. പക്ഷേ ഞാൻ എന്നെ എല്ലാവരുടെയും അടിമയാക്കുന്നു. കഴിയുന്നത്ര ആൾക്കാരെ രക്ഷിക്കാൻ സഹായിക്കുകയാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്യുന്നത്. യഹൂദർക്ക് ഞാനൊരു യഹൂദനെ പോലെയായി. യഹൂദരെ രക്ഷിക്കാനാണ് ഞാൻ ഇത് ചെയ്തത്. ഞാനൊരു ന്യായപ്രമാണത്തിന്റെയും ചട്ടക്കൂടിലല്ല. എങ്കിലും നിയമം കൊണ്ട് ഭരിക്കപ്പെടുന്നവർക്ക് ഞാനും അങ്ങനെയായി. അത്തരക്കാരെ രക്ഷിക്കാനാണ് ഞാൻ അങ്ങനെയായത്. ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ഞാൻ ന്യായപ്രമാണമില്ലാത്തവനായി. ന്യായപ്രമാണം ഇല്ലാത്തവരെ രക്ഷിക്കാനാണ് ഞാൻ അങ്ങനെയായത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലാണ്. ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന് കീഴിലാണ് ഞാൻ. ദുർബലരെ രക്ഷിക്കാൻ ഞാനും ദുർബലനായി. ഞാൻ എല്ലാവർക്കും എല്ലാമായി. ആകുന്നത്രയും ചില ആളുകളെ രക്ഷിക്കാനാണ് ഞാൻ അത് ചെയ്തത്. സുവിശേഷം മൂലമാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങളിൽ എനിക്ക് പങ്കുപറ്റാമെന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓട്ടമത്സരത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു ഓട്ടക്കാരനെ സമ്മാനം കിട്ടും. അതുകൊണ്ട് ഓടുക, സമ്മാനം കിട്ടാൻ ഓടുക. എല്ലാ കളികളിലും പങ്കെടുക്കുന്നവർ കർശനമായി പരിശീലനം നടത്താറുണ്ട്. കിരീടം നേടുന്നതിനാണ് അവരിത് ചെയ്യുന്നത്. ആ കിരീടം അല്പനേരത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു ലൗകിക കാര്യമാണ്. പക്ഷേ നമ്മുടെ കിരീടം എന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ലക്ഷ്യമുള്ള ഒരാളെ പോലെ ഞാൻ ഓടുന്നു. വായുവിലല്ലാതെ ഇടിക്കുന്ന ഒരു മുഷ്ടിയുദ്ധക്കാരനെ പോലെ ഞാൻ പൊരുതുന്നു. ഞാൻ എന്റെ തന്നെ ശരീരത്തിലാണ് ഇടിക്കുന്നത്. അതിനെ ഞാൻ എന്റെ അടിമയാക്കി. ഞാൻ തന്നെ തിരസ്കരിക്കപ്പെടാതിരിക്കാനാണ്. അതും മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ ഇത് ചെയ്യുന്നത്. 1 കൊരിന്ത്യർ അധ്യായം 10. സഹോദരരെ, മോശയെ പിന്തുടർന്ന നമ്മുടെ പിതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാം മേഘങ്ങൾക്കിടയിൽ ആയിരുന്നു. അവരെല്ലാം കടലിലൂടെ നടക്കുകയും ചെയ്തു. മേഘത്തിലും കടലിലും സ്നാനപ്പെട്ട് അവർ മോശയോട് ചേർന്നു. അവരെല്ലാം ഒരേ ആത്മീയാഹാരം ഭക്ഷിച്ചു. അവർ ഒരേ ആത്മീയ ജലവും കുടിച്ചു. അവരോടൊപ്പമുണ്ടായിരുന്ന ആത്മീയ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പക്ഷെ ദൈവം അവരിൽ അധികം പേരോടും സംപ്രീതനായില്ല. അവർ മരുഭൂമിയിൽ വധിക്കപ്പെട്ടു. സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മാതൃകകളുമാണ്. അവർ ഇച്ഛിച്ചതുപോലുള്ള തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർ ചെയ്തതുപോലെ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ തിന്നാനും കുടിക്കാനും ഇരുന്നു, നൃത്തം ചെയ്യാൻ അവർ എഴുന്നേറ്റു. അവരിൽ ചിലർ ചെയ്തതുപോലുള്ള ലൈംഗിക പാപങ്ങൾ നാം ചെയ്യരുത്.
ഒരു ദിവസം അവരിൽ 23,000 പേർ തങ്ങളുടെ പാപങ്ങൾ മൂലം കൊല്ലപ്പെട്ടു. അവർ ചെയ്തതുപോലെ നമ്മൾ കർത്താവിനെ പരീക്ഷിക്കുവാൻ പാടില്ല. കർത്താവിനെ പരീക്ഷിച്ച അവർ പാമ്പുകളാൽ കൊല്ലപ്പെട്ടു. ഇവരിൽ ചിലർ ചെയ്തതുപോലെ പരാതിപ്പെടാതിരിക്കുക. നശിപ്പിക്കുന്നവനായ ദൂതനാൽ അവർ കൊല്ലപ്പെട്ടു. അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ ഉദാഹരണങ്ങളാണ്. അത് നമുക്ക് മുന്നറിയിപ്പെന്ന നിലയ്ക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ആ പൂർവ്വ ചരിത്രമെല്ലാം അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. താൻ ശക്തനായി നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. എല്ലാവർക്കുമുള്ള പ്രലോഭനങ്ങൾ മാത്രമേ നിങ്ങൾക്കുമുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയും. നിങ്ങൾക്ക് സഹിക്കാവുന്നതിലധികം പ്രലോഭനങ്ങൾക്ക് വിധേയരാകുവാൻ അവൻ അനുവദിക്കില്ല. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രലോഭിപ്പിക്കപ്പെട്ടാൽ അതിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു മാർഗവും ദൈവം തരും. അപ്പോൾ നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വിഗ്രഹാരാധനയിൽ നിന്നും ഓടിയകലുക. സ്വയം വിലയിരുത്താനുള്ള വിവേകം നിങ്ങൾക്കുണ്ടെന്ന ധാരണയിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. നാം സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പങ്കുചേരലല്ലേ? നാം മുറിച്ചെടുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരം പങ്കുവെച്ചെടുക്കലല്ലേ? ഒരു അപ്പമുണ്ട്, നമ്മൾ അനേകം പേരും. പക്ഷേ ആ ഒരപ്പത്തിൽ നിന്ന് നാം നമ്മുടെ പങ്ക് മുറിച്ചെടുക്കുന്നു. അതിനാൽ സത്യത്തിൽ നമ്മൾ ഒരു ശരീരമാകുന്നു. ഇസ്രായേൽക്കാരെ പറ്റി ഓർക്കുക. യാഗമർപ്പിക്കപ്പെട്ട ആഹാരം തിന്നുന്ന അവർ യാഗപീഠം പങ്കുവെക്കുകയല്ലേ? വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാരത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്നല്ല, വിഗ്രഹത്തിനും ഉണ്ടെന്നല്ല. വിഗ്രഹങ്ങൾക്ക് നിവേദിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചിനാണ്, ദൈവത്തിനല്ല നൽകുന്നത്. നിങ്ങൾ പിശാചുക്കളുമായി ഒന്നും പങ്കുവയ്ക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. പിശാചുക്കളുടെയും കർത്താവിന്റെയും പാനപാത്രത്തിൽ നിന്ന് ഒരേ സമയം കുടിക്കാൻ നിങ്ങൾക്കാവില്ല. കർത്താവിന്റെയും പിശാചിന്റെയും മേശയിൽ ഒരേ സമയം പങ്കുപറ്റാനും നിങ്ങൾക്കാവില്ല. കർത്താവിനെ നാം പ്രകോപിപ്പിക്കണോ? നമ്മൾ അവനേക്കാൾ ശക്തരാണോ? അല്ല. എല്ലാം അനുവദിച്ചിരിക്കുന്നു, പക്ഷെ എല്ലാം നല്ലതല്ല. എല്ലാം അനുവദിച്ചിരിക്കുന്നു, എങ്കിലും ചിലത് മറ്റുള്ളവരെ ശക്തരാക്കുവാൻ സഹായിക്കുന്നില്ല. അവനവനെ മാത്രം സഹായിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ ആരും ശ്രമിക്കരുത്. മറ്റുള്ളവർക്ക് കൂടി നന്മ വരുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ചന്തയിൽ വിൽക്കുന്ന മാംസം കഴിക്കുക. മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുക. ഭൂമിയും അതിലുള്ളതെന്തും കർത്താവിൻ്റെതാകിയാൽ നിങ്ങൾക്കത് തിന്നാം. അവിശ്വാസിയായ ഒരുവൻ അവനോടൊത്ത് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ക്ഷണിക്കാം. നിങ്ങൾ പോകുവാൻ തീരുമാനിച്ചാൽ മുന്നിൽ വിളമ്പുന്നതെന്തും ഭക്ഷിക്കുക. അത് തിന്നാൻ കൊള്ളാവുന്നതാണോ എന്ന് അന്വേഷിക്കാതിരിക്കുക. എന്നാൽ അത് വിഗ്രഹത്തിന് സമർപ്പിക്കപ്പെട്ട മാംസമാണ് എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് ഭക്ഷിക്കരുത്. അത് ഭക്ഷിക്കരുതാത്തത് എന്തുകൊണ്ടാണെന്നോ? നിങ്ങളോട് അങ്ങനെ പറഞ്ഞവൻ ആ ഭക്ഷണം തിന്നുന്നത് തെറ്റെന്ന് വിശ്വസിക്കുന്നവനാകിയാൽ അവന്റെ വിശ്വാസത്തെ നിങ്ങൾ മുറിപ്പെടുത്തുകയാവും ഫലം. അത് ഭക്ഷിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ മറ്റേയാൾ അത് തെറ്റാണെന്ന് കരുതാം. അതുമാത്രമാണ് അത് തിന്നാതിരിക്കാനുള്ള കാരണം. മറ്റുള്ളവർ തെറ്റോ ശരിയോ എന്ന് കരുതുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല എന്റെ സ്വാതന്ത്ര്യം വിലയിരുത്തപ്പെടേണ്ടത്. നന്ദിയോടെയാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. അതിനാൽ ദൈവത്തിന് നന്ദി പറഞ്ഞ ആഹാരത്തിന്റെ പേരിൽ ഞാൻ വിമർശിക്കപ്പെടരുത്. അതുകൊണ്ട് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും അതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക. യഹൂദരും യവനന്മാരും ദൈവസഭയും ഒക്കെ ഉൾപ്പെടെ മറ്റുള്ളവരെ തെറ്റ് ചെയ്യിക്കും വിധം ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. അതുതന്നെ ഞാനും ചെയ്യുന്നു. എല്ലാവരെയും എല്ലാ തരത്തിലും സന്തോഷിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് നല്ലത് വരുന്നതിനായി ഞാൻ ഒന്നും ചെയ്യാൻ ശ്രമിക്കാറില്ല. ഭൂരിപക്ഷം ആളുകൾക്കും രക്ഷയുണ്ടാകത്തക്ക വിധം അവർക്ക് നന്മയ്ക്കായാണ് ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിക്കാറ്. 1 കൊരിന്ത്യർ അധ്യായം 11. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കും പോലെ നിങ്ങൾ എന്നെയും അനുകരിക്കുക.
നിങ്ങൾ എല്ലാ കാര്യത്തിലും എന്നെ ഓർക്കുന്നതിനാൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നു. ഞാൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശങ്ങൾ നിങ്ങൾ പിന്തുടരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓരോ പുരുഷന്റെയും തല ക്രിസ്തുവാകുന്നു, സ്ത്രീയുടെ തല പുരുഷനാകുന്നു, ക്രിസ്തുവിന്റെ തല ദൈവമാകുന്നു. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഓരോ പുരുഷനും തന്റെ തലയെ നാണം കെടുത്തുകയാണ്. എന്നാൽ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഓരോ സ്ത്രീയും തന്റെ തല മൂടിയിരിക്കണം. അവൾ തല മൂടിയില്ലെങ്കിൽ തന്റെ തലയെ നാണിപ്പിക്കുകയാണ്. അപ്പോൾ അവൾ മുണ്ടനം ചെയ്യപ്പെട്ടവളെ പോലെയാണ്. തല മൂടാത്ത സ്ത്രീ അവളുടെ തന്നെ മുടി വെട്ടിക്കളഞ്ഞതുപോലെയാണ്. ഒരു സ്ത്രീക്ക് തന്റെ മുടി മുറിച്ചു കളയുകയോ മുണ്ടനം ചെയ്യുകയോ ചെയ്യുന്നത് ലജ്ജാകരമാണ്. അതുകൊണ്ട് അവൾ തന്റെ തല മൂടണം. എന്നാൽ ഒരു പുരുഷൻ തന്റെ തല മൂടരുത്. എന്തെന്നോ? കാരണം അവൻ ദൈവത്തെപ്പോലെ സൃഷ്ടിക്കപ്പെട്ടതും ദൈവത്തിന്റെ മഹത്വവുമാകുന്നു. എന്നാൽ സ്ത്രീ പുരുഷന്റെ മഹത്വമാകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നുണ്ടായതല്ല, സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതാണ്. പുരുഷൻ സ്ത്രീക്കു വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല, മറിച്ച് സ്ത്രീ പുരുഷന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടവളാണ്. അതിനാലാണ് സ്ത്രീ താൻ അധികാരത്തിന് കീഴിലാണെന്ന് കാണിക്കാൻ തലയിൽ തുണിയിടണമെന്ന് പറയുന്നത്. ദൂതന്മാർ മൂലവും അവൾ തലയിൽ മൂടുപടമിടണം. എന്നാൽ കർത്താവിൽ സ്ത്രീ പുരുഷനും പുരുഷൻ സ്ത്രീക്കും പ്രധാനമാണ്. സ്ത്രീ പുരുഷനിൽ നിന്നും വന്നതും പുരുഷൻ സ്ത്രീയിൽ നിന്നും ജനിച്ചതുമാകിയാൽ ഇത് സത്യവുമാകുന്നു. ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. ഇത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. തലയിൽ മൂടുപടമിടാതെ ഒരു സ്ത്രീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ശരിയോ? നീണ്ട മുടി ധരിക്കുന്നത് പുരുഷന് നാണക്കേടാണെന്ന് പ്രകൃതി പോലും നിങ്ങളെ പഠിപ്പിക്കുന്നു. എന്നാൽ സ്ത്രീക്ക് നീണ്ട മുടി ഉണ്ടാകുന്നത് അന്തസ്സു തന്നെ. സ്ത്രീയുടെ ശിരസ് മൂടുവാനുള്ള കവചമായിട്ടാണ് നീണ്ട മുടി അവൾക്ക് നൽകിയിരിക്കുന്നത്. ചിലർ ഇതേപ്പറ്റി തർക്കിച്ചേക്കാം. പക്ഷേ അവർ ചെയ്യുന്നത് ഞങ്ങളും ദൈവസഭയും അംഗീകരിക്കയില്ല. ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങളുടെ കൂടിച്ചേരലുകൾ നിങ്ങൾക്ക് ഗുണത്തേക്കാൾ അധികം ദോഷമാണ് ചെയ്യുക. ഒന്നാമത്, നിങ്ങൾ സഭയായി ചേരുമ്പോൾ നിങ്ങൾക്കിടയിൽ വിഭജനമുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അതിൽ ചിലത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കേണ്ടത് ആവശ്യവുമാണ്. നിങ്ങൾക്കിടയിൽ കലർപ്പില്ലാത്തവൻ ആരെന്നറിയാൻ ഉള്ളതാണ് ഈ വഴി. നിങ്ങൾ കൂടിച്ചേരുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ കർത്താവിന്റെ അത്താഴമല്ല ഭക്ഷിക്കുന്നത്. എന്തുകൊണ്ടെന്നോ, നിങ്ങൾ തിന്നുമ്പോൾ ഓരോരുത്തരും മറ്റുള്ളവർക്കായി കാത്തു നിൽക്കാറില്ല. ചിലർ വിശന്നും മറ്റുള്ളവർ അധികമായി ലഹരി പിടിച്ചും ഇരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഭവനത്തിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യാമല്ലോ. ദൈവത്തിന്റെ സഭ പ്രധാനമല്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെന്നാണത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പാവങ്ങളുടെ മേൽ അപമാനം ചൊരിയുന്നു. നിങ്ങളോട് ഞാൻ എന്തു പറയാൻ? ഇതൊക്കെ ചെയ്യുന്നതിന് ഞാൻ നിങ്ങളെ സ്തുതിക്കണോ? ഒരിക്കലുമില്ല, എന്നെക്കൊണ്ടതാവില്ല. നിങ്ങൾക്ക് ഞാൻ നൽകിയ ഉപദേശം കർത്താവിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ഉപദേശം തന്നെയാണ്. യേശുവിനെ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്തു. അനന്തരം അപ്പം പകുത്ത് അവൻ പറഞ്ഞു, ഇത് എന്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾക്കുള്ളതാണ്. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അതുപോലെ അവർ തിന്നു കഴിഞ്ഞപ്പോൾ യേശു വീഞ്ഞു പാത്രം എടുത്തു. യേശു പറഞ്ഞു, ഈ വീഞ്ഞ് ദൈവം അവന്റെ ജനതയുമായി ഉണ്ടാക്കിയ പുതിയ നിയമമാകുന്നു. ഈ പുതിയ നിയമം എന്റെ രക്തം കൊണ്ട് ആരംഭിക്കുന്നു. നിങ്ങൾ ഇത് കുടിക്കുമ്പോൾ എന്നെ ഓർക്കാനായി ഇത് ചെയ്യുക. എപ്പോഴെല്ലാം നിങ്ങൾ ഈ അപ്പം തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നുവോ, അപ്പോഴൊക്കെ കർത്താവ് വരും വരെ അവന്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരാൾ അയോഗ്യമാം വിധത്തിൽ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്താൽ അയാൾ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ പാപം ചെയ്യുകയാണ്. ഓരോരുത്തരും അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് അവനവന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കണം. ശരീരത്തെ തിരിച്ചറിയാതെ ഒരാൾ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അയാൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക വഴി കുറ്റക്കാരനെന്ന് വിധിക്കപ്പെടുന്നു.
അതിനാലാണ് നിങ്ങളുടെ ഇടയിൽ അധികം പേരും രോഗികളും ദുർബലരുമായത്. പലരും മരിക്കുകയും ചെയ്തു. എന്നാൽ നാം തന്നെ നമ്മെ ശരിയായി വിവേചിച്ചാൽ ദൈവം നമ്മെ വിധിക്കയില്ല. പക്ഷെ കർത്താവ് നമ്മെ നല്ല വഴി കാണിച്ചു തരാൻ വിധിക്കുന്നു. നാം ലോകത്തിലെ മറ്റുള്ളവരോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാത്ത വിധമാണ് അവൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷിക്കാൻ ഒത്തുകൂടുമ്പോൾ മറ്റുള്ളവർക്കായി പരസ്പരം കാത്തിരിക്കുക. ഒരാൾക്ക് നന്നേ വിശക്കുന്നുവെങ്കിൽ അവൻ വീട്ടിൽ വച്ച് ഭക്ഷിക്കട്ടെ. നിങ്ങളുടെ ഒത്തുചേരലിനാൽ ദൈവത്തിന്റെ ന്യായവിധി നിങ്ങളുടെ മേൽ പതിക്കാൻ ഇടയാകാതിരിക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ട ബാക്കി കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ പറയാം. 1 കൊരിന്ത്യർ അധ്യായം 12. സഹോദരീ സഹോദരന്മാരെ, ഇപ്പോൾ ആത്മീയ വരങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വാസികളാകുന്നതിന് മുമ്പ് ജീവിച്ച ജീവിതം ഓർക്കുക. അന്ന് നിങ്ങൾ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലേക്ക് സ്വയം സ്വാധീനിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുന്നവർ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. മാത്രവുമല്ല, പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒരുവനും യേശു കർത്താവാകുന്നു എന്ന് പറയാനും കഴിയുകയില്ല. പല വിധത്തിലുള്ള ആത്മീയ വരങ്ങളുണ്ട്. പക്ഷേ അവയെല്ലാം ഒരേ ആത്മാവിൽ നിന്നുള്ളതാണ്. സേവിക്കാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷേ ആ മാർഗങ്ങളെല്ലാം അതേ കർത്താവിൽ നിന്നാണ്. ദൈവം ആളുകളിൽ പലതരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ മാർഗങ്ങളെല്ലാം അതേ ദൈവത്തിൽ നിന്നുമാണ്. ദൈവം നമ്മിൽ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നു. ആത്മാവിൽ നിന്നുള്ള എന്തോ ഓരോരുത്തരിലും കാണാം. മറ്റുള്ളവരെ സഹായിക്കാനാണ് ആത്മാവ് ഇതെല്ലാവർക്കും നൽകുന്നത്. ദൈവം ഒരാൾക്ക് ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള കഴിവ് നൽകുന്നു. അതേ ആത്മാവ് തന്നെ മറ്റൊരാൾക്ക് അറിവോടെ സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നു. അതേ ആത്മാവ് ഒരാൾക്ക് വിശ്വാസം നൽകുന്നു. മറ്റൊരാൾക്ക് രോഗം ഭേദപ്പെടുത്താനുള്ള വരവും അതേ ആത്മാവ് നൽകുന്നു. ആത്മാവ് ഒരാൾക്ക് വീര്യപ്രവൃത്തികൾക്കുള്ള കഴിവും മറ്റൊരാൾക്ക് പ്രവചനവും മറ്റൊരാൾക്ക് നല്ലതും ചീത്തയുമായ ആത്മാവിനെ തിരിച്ചറിയാനുള്ള കഴിവും നൽകുന്നു. ഒരാൾക്ക് വിവിധ ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവാണ് ആത്മാവ് നൽകുന്നത്. ആ ഭാഷകൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവാണ് മറ്റൊരാൾക്ക് നൽകുന്നത്. ഒരു ആത്മാവ്, അതേ ആത്മാവ് ഇതെല്ലാം ചെയ്യുന്നു. ഓരോ വ്യക്തിയും എന്തെല്ലാം നൽകണമെന്ന് ആത്മാവ് നിശ്ചയിക്കും. ഒരാളുടെ ശരീരം ഒരു വസ്തു തന്നെ, എങ്കിലും അതിന് അനേകം ഭാഗങ്ങളുണ്ട്. എന്നിട്ടും ഒരു ശരീരത്തിന് അനേകം ഭാഗങ്ങളുണ്ടെങ്കിലും ആ ഭാഗങ്ങളെല്ലാം ഒരു ശരീരം മാത്രമായി തീരുന്നു. ക്രിസ്തുവും അങ്ങനെയാണ്. നമ്മളിൽ ചിലർ യഹൂദരാണ്, ചിലർ ജാതികളും, ചിലർ അടിമകളും, ചിലർ സ്വതന്ത്രരും. പക്ഷേ നമ്മളെല്ലാവരും ഒരാത്മാവിലൂടെ ഒരു ശരീരത്തിൽ സ്നാനപ്പെട്ടു. നമുക്കെല്ലാം ഒരേ ആത്മാവാണ് നൽകപ്പെട്ടത്. ഒരാളുടെ ശരീരത്തിന് ഒരു ഭാഗം മാത്രമല്ല, അനേകം ഭാഗങ്ങളുണ്ട്. ഞാൻ ഒരു കൈയല്ല, അതുകൊണ്ട് ഞാൻ ശരീരത്തിൻ്റേതല്ല എന്ന് പാദം പറഞ്ഞേക്കാം. എന്നാൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പാദം ശരീരത്തിന്റെ ഒരു ഭാഗത്തിൽ കുറഞ്ഞതാകുന്നില്ല. ഞാനൊരു കണ്ണല്ല, അതിനാൽ ഞാൻ ശരീരത്തിൻ്റേതല്ല എന്ന് ചെവി പറഞ്ഞേക്കാം. അതുകൊണ്ട് ചെവി ശരീരത്തിന്റെ ഒരു ഭാഗമാകുന്നതിൽ നിന്ന് തടയപ്പെടുന്നില്ല. ശരീരം മുഴുവനും ഒരു കണ്ണായിരുന്നുവെങ്കിൽ അതിന് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. മുഴുവൻ ശരീരവും ഒരു ചെവിയായിരുന്നുവെങ്കിൽ ആ ശരീരത്തിന് ഒന്നും മണക്കാൻ കഴിയുമായിരുന്നില്ല. ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഒന്ന് തന്നെയായിരുന്നുവെങ്കിൽ ശരീരം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ സത്യത്തിൽ ദൈവം ശരീരഭാഗങ്ങളെ താൻ ഇച്ഛിച്ചവണ്ണം യഥാസ്ഥാനങ്ങളിൽ വിന്യസിച്ചു. അതുകൊണ്ട് അനേകം ഭാഗങ്ങളുണ്ടെങ്കിലും ഒരു ശരീരം മാത്രം. കണ്ണിന് എനിക്ക് നിന്നെ ആവശ്യമില്ലെന്ന് കൈയോട് പറയാനാവില്ല. എനിക്ക് നിന്നെ ആവശ്യമില്ലെന്ന് തലയ്ക്ക് കാലിനോടും പറയാനാവില്ല. ഇല്ല, ശരീരത്തിൽ ദുർബലമെന്ന് തോന്നിക്കുന്ന ഭാഗങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വളരെ പ്രധാനമാണ്. ശരീരത്തിൽ അപ്രധാനമെന്ന് നാം കരുതുന്ന ഭാഗങ്ങളാണ് നാം ഏറെ മാനിക്കുന്നവ. നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കാത്ത ശാരീരിക ഭാഗങ്ങൾ നാം കൂടുതൽ പ്രാധാന്യത്തോടെ ശുശ്രൂഷിക്കുന്നു.
നമ്മുടെ ശരീരത്തിന്റെ കൂടുതൽ സുന്ദരമായ ഭാഗങ്ങൾക്ക് കൂടുതൽ പരിലാളനം ആവശ്യമില്ല. പക്ഷെ ദൈവം കൂടുതൽ മാനം ആവശ്യമായ ഭാഗങ്ങൾക്ക് അത് നൽകിക്കൊണ്ട് ശരീരത്തെ ഒന്നാക്കി. നമ്മുടെ ശരീരം വിഭജിക്കപ്പെടാതിരിക്കാനാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. അവയവങ്ങൾ പരസ്പരം ഒരുപോലെ കരുതുവാൻ ദൈവം ആഗ്രഹിച്ചു. ശരീരത്തിന്റെ ഒരു ഭാഗം യാതന അനുഭവിക്കുന്നുവെങ്കിൽ മറ്റ് എല്ലാ ഭാഗവും അത് അനുഭവിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാനിക്കപ്പെട്ടാൽ മറ്റെല്ലാ ഭാഗങ്ങളും ആ ബഹുമതി പങ്കുവയ്ക്കണം. നിങ്ങളെല്ലാവരും ചേർന്നതാണ് ക്രിസ്തുവിന്റെ ശരീരം. നിങ്ങളിൽ ഓരോരുത്തരും ആ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. സഭയിൽ അപ്പോസ്തലന്മാർക്ക് ആദ്യ സ്ഥാനം ദൈവം നൽകിയിരിക്കുന്നു. രണ്ടാമത് പ്രവാചകർക്കും, മൂന്നാം സ്ഥാനം അധ്യാപകർക്കും നൽകിയിരിക്കുന്നു. പിന്നെ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ദൈവം സ്ഥാനം നൽകിയിരിക്കുന്നു. പിന്നെ രോഗശാന്തി വരുത്തുവാനുള്ള കഴിവ് നൽകിയിരിക്കുന്നു. അന്യരെ സഹായിക്കുവാൻ കഴിയുന്നവർ, നയിക്കാൻ കഴിവുള്ളവർ, വിവിധ ഭാഷകൾ സംസാരിക്കുവാൻ കഴിവുള്ളവർ എന്നിങ്ങനെ ദൈവം സ്ഥാനങ്ങൾ നൽകി. എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പ്രവാചകരുമല്ല, എല്ലാവരും അധ്യാപകരുമല്ല, എല്ലാവർക്കും അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവില്ല. രോഗം ഭേദപ്പെടുത്തുവാനുള്ള കഴിവും എല്ലാവർക്കുമില്ല. എല്ലാവർക്കും പല ഭാഷകൾ സംസാരിക്കുവാനുള്ള കഴിവില്ല. എല്ലാവർക്കും അത് വ്യാഖ്യാനിക്കാനുമുള്ള കഴിവില്ല. പക്ഷേ നിങ്ങൾക്ക് മഹത്തരമായ ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കണം. 1 കൊരിന്ത്യർ അധ്യായം 13. ഇനി ഞാൻ നിങ്ങളെ എല്ലാറ്റിലും മികച്ച വഴി കാണിക്കാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെ പോലും ഭാഷകളിൽ സംസാരിച്ചേക്കാം. പക്ഷേ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ വെറും മുഴങ്ങുന്ന മണിയോ ചിലമ്പുന്ന ഇലത്താളമോ ആയിരിക്കും. എനിക്ക് പ്രവചനപരമുണ്ടായേക്കാം. എനിക്ക് ദൈവത്തിന്റെ എല്ലാ രഹസ്യ സംഗതികളും അറിയിക്കാനായേക്കാം. എല്ലാ കാര്യങ്ങളും അറിയാനായേക്കും. മലകളെപ്പോലും മാറ്റാൻ കഴിയുന്നത്ര ഉറച്ച വിശ്വാസവും എനിക്കുണ്ടായേക്കാം. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. പാവങ്ങളെ തീറ്റിപ്പോറ്റാൻ എനിക്കുള്ളതെല്ലാം ദാനം ചെയ്താലും, എന്റെ ശരീരം തന്നെ യാഗമായി കത്തിക്കാൻ കൊടുത്താലും, എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ട് എനിക്കൊന്നും കിട്ടില്ല. സ്നേഹം ക്ഷമിക്കുന്നു. സ്നേഹം ദയ കാണിക്കുന്നു. അത് അസൂയയല്ല, അഹന്തയല്ല, ഗർവമല്ല. സ്നേഹം അയോഗ്യമല്ല, സ്വാർത്ഥമല്ല. സ്നേഹം കോപിക്കുന്നുമില്ല. സ്നേഹം അതിനെതിരെ ചെയ്ത തെറ്റുകൾ ഓർക്കാറില്ല. അനീതിയിൽ സ്നേഹം സന്തോഷിക്കുന്നുമില്ല. പക്ഷേ സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നു. സ്നേഹം ക്ഷമാപൂർവം എല്ലാം സ്വീകരിക്കുന്നു. സ്നേഹം എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നു, എപ്പോഴും പ്രത്യാശിക്കുന്നു, എപ്പോഴും ശക്തമായിരിക്കുകയും ചെയ്യുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനപരമുണ്ടെങ്കിലും അവ അവസാനിക്കും. പലതരത്തിലുള്ള ഭാഷ സംസാരിക്കാനുള്ള വരമുണ്ടെങ്കിലും അവ അവസാനിക്കും. അറിവിന്റെ വരമുണ്ടെങ്കിലും അവ അവസാനിക്കും. അവയൊന്നും പൂർണ്ണമല്ലാത്തതിനാലാണ് അവ അവസാനിക്കുന്നത്. പക്ഷേ എപ്പോൾ പൂർണ്ണത കൈവരുന്നുവോ അപ്പോൾ അപൂർണമായവ അവസാനിക്കും. ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഒരു കുട്ടിയെപ്പോലെ സംസാരിച്ചു, കുട്ടിയെപ്പോലെ ചിന്തിച്ചു, കുട്ടിയെപ്പോലെ നിരൂപിച്ചു. ഞാൻ ഒരു പുരുഷനായപ്പോൾ ഞാൻ ആ കുട്ടിത്തരങ്ങൾ അവസാനിപ്പിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഇരുണ്ട കണ്ണാടിയിലേക്ക് നോക്കും പോലെയാണ്. എന്നാൽ ആ സമയം ഭാവിയിൽ നമുക്ക് വ്യക്തമായി കാണാം. ഇപ്പോൾ എനിക്ക് ഒരു ഭാഗം മാത്രമേ അറിയൂ. എന്നാൽ ആ സമയം ദൈവം എന്നെ അറിഞ്ഞതുപോലെ എനിക്ക് എല്ലാം അറിയാൻ കഴിയും. അതിനാൽ ഇത് മൂന്നും തുടരും: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ ഏറ്റവും മഹനീയം സ്നേഹമാണ്. 1 കൊരിന്ത്യർ അധ്യായം 14. നിങ്ങൾ വച്ചു പുലർത്തേണ്ടത് സ്നേഹമാണ്. ആത്മീയാനുഗ്രഹങ്ങളും നിങ്ങൾ യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കണം. പ്രവചനമാണ് നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കേണ്ടത്. ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം.
വിവിധ ഭാഷകളിൽ സംസാരിക്കാനുള്ള വരം കിട്ടിയവൻ ജനങ്ങളോടല്ല സംസാരിക്കുന്നത്, ദൈവത്തോടാണ് അയാൾ സംസാരിക്കുന്നത്. അയാളെ ആർക്കും മനസ്സിലാക്കുകയില്ല. അയാൾ ആത്മാവിലൂടെ രഹസ്യങ്ങളാണ് സംസാരിക്കുന്നത്. പ്രവചിക്കുന്നവനാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. അവൻ ജനങ്ങൾക്ക് ശക്തിയും പ്രോത്സാഹനവും ആശ്വാസവും നൽകുന്നു. പല ഭാഷകളിൽ സംസാരിക്കുന്നവൻ സ്വയം സഹായിക്കുക മാത്രമാണ്. പക്ഷേ പ്രവചിക്കുന്നവൻ മുഴുവൻ സഭയെയും സഹായിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വിവിധ ഭാഷകളിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാകണമെന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ പ്രവചിക്കാനുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. വിവിധ ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ളവനേക്കാൾ ശ്രേഷ്ഠനാണ് പ്രവചിക്കാൻ കഴിയുന്നവൻ. വിവിധ ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ളവന് ആ ഭാഷകൾ വിവർത്തനം ചെയ്യാൻ കൂടി കഴിയുമെങ്കിൽ അവൻ പ്രവചിക്കാൻ കഴിയുന്നവന് തുല്യനാണ്. അപ്പോൾ അവൻ പറയുന്നവയിലൂടെ സഭയ്ക്ക് സഹായം കിട്ടും. സഹോദരീ സഹോദരന്മാരെ, ഞാൻ പല ഭാഷകൾ സംസാരിച്ചുകൊണ്ട് നിങ്ങളെ സമീപിച്ചാൽ അത് നിങ്ങളെ സഹായിക്കുമോ? ഇല്ല. ഞാൻ ഒരു പുതിയ സത്യമോ ചില അറിവോ ചില പ്രവചനമോ ചില ഉപദേശമോ കൊണ്ടുവന്നാൽ അല്ലാതെ അത് നിങ്ങളെ സഹായിക്കില്ല. ഓടക്കുഴലോ വീണയോ പോലുള്ള ശബ്ദമുണ്ടാക്കുന്ന നിർജീവ സാധനങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാവാം. വ്യത്യസ്ത നാദങ്ങൾ വ്യക്തമാക്കിയില്ലെങ്കിൽ എന്തു പാട്ടാണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഈണം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഓരോ നാദവും വളരെ വ്യക്തമായി മീട്ടപ്പെടണം. യുദ്ധത്തിൽ കാഹളം വ്യക്തമായി മുഴക്കപ്പെട്ടില്ലെങ്കിൽ യുദ്ധത്തിന് സജ്ജരാകേണ്ടത് എപ്പോഴാണെന്ന് പട്ടാളക്കാർക്ക് അറിയാൻ കഴിയില്ല. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. നിങ്ങളുടെ നാക്കുകൊണ്ട് പറയപ്പെടുന്ന വാക്കുകൾ വ്യക്തമായിരിക്കണം. നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ആർക്കും മനസ്സിലാകില്ല. നിങ്ങൾ വായുവിനോട് പ്രസംഗിക്കുന്നത് പോലിരിക്കും. ലോകത്ത് അത്രയധികം വ്യത്യസ്ത രീതിയിലുള്ള ഭാഷകളുണ്ടെന്നത് സത്യമാണ്. അവയ്ക്കെല്ലാം അർത്ഥവുമുണ്ട്. അതുകൊണ്ട് ഒരുവൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അയാൾ അപരിചിതമായ കാര്യങ്ങൾ പറയുന്നുവെന്ന് ഞാൻ കരുതും. ഞാൻ പ്രാകൃതമായി സംസാരിക്കുന്നുവെന്ന് അയാളും കരുതും. നിങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. നിങ്ങൾ വളരെ ആത്മീയ വരങ്ങൾ ആഗ്രഹിക്കുന്നു. സഭയെ ശക്തമായി വളർത്തുവാൻ സഹായിക്കുന്ന ആ കാര്യങ്ങൾ നേടാൻ ഏറ്റവും ശ്രമിക്കുക. അതുകൊണ്ട് വ്യത്യസ്തമായൊരു ഭാഷയിൽ സംസാരിക്കാൻ വരമുള്ള ഒരാൾ താൻ പറയുന്നത് വ്യാഖ്യാനിക്കാനുള്ള കഴിവ് കൂടി നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വ്യത്യസ്തമായൊരു ഭാഷയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ മനസ്സ് ഒന്നും ചെയ്യാതിരിക്കുകയും ആത്മാവ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് പാടും, മനസ്സുകൊണ്ടും പാടും. നിങ്ങൾ നിങ്ങളുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമായിരിക്കും. എന്നാൽ നന്ദി പറയുന്ന നിങ്ങളുടെ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാകാത്ത ഒരുവൻ ആമേൻ എന്ന് പറയാനാവില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അയാൾക്കറിയില്ല. നിങ്ങൾ നന്നായി ദൈവത്തെ സ്തുതിച്ചിരിക്കാം, പക്ഷെ അപരൻ സഹായിക്കപ്പെട്ടില്ല. നിങ്ങളിൽ ആരെക്കാളും വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കാൻ എനിക്ക് കിട്ടിയ വരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ സഭായോഗത്തിൽ മറ്റൊരു ഭാഷയിൽ ആയിരക്കണക്കിന് വാക്കുകളേക്കാൾ അറിയാവുന്ന ഭാഷയിൽ 5 വാക്കുകൾ പറയാനാണ് എനിക്കാഗ്രഹം. മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിയും വിധം എന്റെ അറിവനുസരിച്ച് സംസാരിക്കുകയാണ് നല്ലത്. സഹോദരീ സഹോദരന്മാരെ, കുട്ടികളെപ്പോലെ ചിന്തിക്കരുത്. തിന്മയിൽ ശിശുക്കളെപ്പോലെ ആകുക. എന്നാൽ നിങ്ങളുടെ ചിന്തകളിൽ പൂർണ്ണ വളർച്ചയെത്തിയ ആളെപ്പോലെയാകുക. തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെ ഉപയോഗിച്ചും അന്യരുടെ അധരങ്ങൾ ഉപയോഗിച്ചും ഞാൻ ഈ ജനതയോട് സംസാരിക്കും, എങ്കിലും ഈ ജനത എന്നെ അനുസരിക്കില്ല. അതാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് വിവിധ ഭാഷകളിൽ സംസാരിക്കുവാനുള്ള വരം അവിശ്വാസികൾക്ക് ഒരു തെളിവാണ്, വിശ്വാസികൾക്കല്ല. പ്രവചനം വിശ്വാസികൾക്കുള്ളതാണ്, അവിശ്വാസികൾക്കല്ല. സഭ മുഴുവൻ ചേരുകയും നിങ്ങളെല്ലാവരും വിവിധ ഭാഷകൾ സംസാരിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ.
അപ്പോൾ അറിവില്ലാത്തവരോ അവിശ്വാസികളോ ആയ ചിലർ അവിടേക്ക് വരുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അവർ പറയും, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന്. പക്ഷേ നിങ്ങൾ എല്ലാവരും പ്രവചിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അവിശ്വാസിയോ അറിവില്ലാത്തവനോ ആയ ഒരാൾ അങ്ങോട്ട് വരുന്നുവെന്നും ഇരിക്കട്ടെ. നിങ്ങൾ എല്ലാവരും പ്രവചിക്കുകയാണെങ്കിൽ അയാൾക്ക് തന്റെ പാപത്തെക്കുറിച്ചുള്ള ബോധം ജനിക്കുകയും നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അയാൾ വിധിക്കപ്പെടുകയും ചെയ്യും. അയാളുടെ മനസ്സിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടും. അതിനാൽ അയാൾ മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കും. അപ്പോൾ അയാൾ പറയും, സത്യമായും ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ ഒത്തുചേരുമ്പോൾ ഒരാൾക്കൊരു പാട്ടുണ്ട്, മറ്റൊരാൾക്ക് ഒരു ഉപദേശം, വേറൊരാൾക്ക് ദൈവത്തിൽ നിന്നൊരു പുതിയ സത്യം, ഇനിയൊരാൾ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കുന്നു, വേറെയൊരാളാകട്ടെ ആ ഭാഷ വിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങളുടെ എല്ലാം ലക്ഷ്യം സഭയെ സുശക്തമാക്കാൻ സഹായിക്കുകയാണ്. നിങ്ങൾ ഒത്തുചേരുമ്പോൾ ആരെങ്കിലും ഒരാൾ വ്യത്യസ്ത ഭാഷയിൽ സംസാരിച്ചാൽ 2 or 3 പേരെ അത് ചെയ്യാനുണ്ടാകാവൂ. അവർ ഓരോരുത്തരായി സംസാരിച്ചു കൊള്ളണം. മറ്റൊരാൾ അവർ പറഞ്ഞവ പരിഭാഷപ്പെടുത്തുകയും വേണം. എന്നാൽ അവിടെ ഒരു ദ്വിഭാഷി ഇല്ലെങ്കിൽ വ്യത്യസ്ത ഭാഷയിൽ സംസാരിക്കുന്നവൻ സഭയിൽ മിണ്ടാതിരുന്നു കൊള്ളണം. അയാൾ തന്നോട് തന്നെയും ദൈവത്തോടും മാത്രമേ സംസാരിക്കാവൂ. 2 or 3 പ്രവാചകർ മാത്രമേ സംസാരിക്കാവൂ. മറ്റുള്ളവർ അവർ പറയുന്നത് വിലയിരുത്തണം. അവിടെ ഇരിക്കുന്ന വേറൊരാൾക്ക് ദൈവത്തിൽ നിന്നൊരു സന്ദേശം ലഭിച്ചാൽ ആദ്യം സംസാരിച്ചു കൊണ്ടിരുന്നയാൾ നിർത്തണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കായി പ്രവചനം നടത്താം. ആ രീതിയിൽ എല്ലാവരെയും പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാകാം. പ്രവാചകരുടെ ആത്മാക്കൾ അവരുടെ തന്നെ നിയന്ത്രണത്തിലാണ്. ദൈവം ആശയക്കുഴപ്പത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാകുന്നു. സഭായോഗങ്ങളിൽ സ്ത്രീകൾ നിശബ്ദരായിരിക്കണം. ദൈവവിശ്വാസികളുടെ എല്ലാ സഭകളിലും ഇങ്ങനെയാണ്. സംസാരിക്കാൻ അനുവാദമില്ല. അവർ നിയന്ത്രണ വിധേയരായിരിക്കണം. മോശയുടെ ന്യായപ്രമാണവും അതുതന്നെ പറയുന്നു. സ്ത്രീകൾക്ക് അറിയേണ്ടതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് വീടുകളിൽ വെച്ച് തങ്ങളുടെ ഭർത്താക്കന്മാരോട് ചോദിക്കണം. സഭായോഗത്തിൽ വച്ച് ഒരു സ്ത്രീ സംസാരിക്കുന്നത് ലജ്ജാകരമാണ്. ദൈവത്തിന്റെ ഉപദേശം നിങ്ങളിൽ നിന്ന് വന്നതാണോ? അല്ല. നിങ്ങൾ മാത്രമാണോ ആ ഉപദേശങ്ങൾ സ്വീകരിച്ചവർ? അല്ല. താൻ ഒരു പ്രവാചകനാണെന്ന് ഒരുവൻ കരുതുന്നുവെങ്കിൽ, തനിക്കൊരു ആത്മീയ വരമുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാണെന്ന് അയാൾ അംഗീകരിക്കണം. അയാൾക്ക് അതറിയുകയില്ലെങ്കിൽ അയാളെ ദൈവവും അറിയുകയില്ല. അതുകൊണ്ട് എന്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ പ്രവചനം ആഗ്രഹിക്കുക. വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കുന്നതിൽ നിന്നും ജനങ്ങളെ വിലക്കാതിരിക്കുക. പക്ഷേ എല്ലാം ശരിയായും ക്രമമായും നടക്കട്ടെ. 1 കൊരിന്ത്യർ അധ്യായം 15. ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തെപ്പറ്റി സഹോദരീ സഹോദരന്മാരെ, നിങ്ങളെ ഇപ്പോൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ സന്ദേശം സ്വീകരിക്കുകയും അതിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ സന്ദേശത്താൽ രക്ഷിക്കപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ തുടർന്നും വിശ്വാസം പുലർത്തണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ വിശുദ്ധ സുവിശേഷ സ്വീകാര്യം വെറുതെയാകും. ഞാൻ സ്വീകരിച്ച സന്ദേശം ഞാൻ നിങ്ങൾക്ക് നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത്, ക്രിസ്തു തിരുവെഴുത്തുകളിൽ പറയുന്നത് പോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. തിരുവെഴുത്തുകളിൽ പറയും പോലെ ക്രിസ്തു അടക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ക്രിസ്തു പത്രോസിനും പിന്നീട് 12 അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ക്രിസ്തു ഒരേ സമയം 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. ആ സഹോദരന്മാരിൽ അധികം പേരും ഇന്നും ജീവിക്കുന്നുണ്ട്. എന്നാൽ ചിലർ മരിച്ചു. അനന്തരം ക്രിസ്തു യാക്കോബിനും പിന്നീട് എല്ലാ അപ്പോസ്തലന്മാർക്കും വീണ്ടും പ്രത്യക്ഷനായി. ഒടുവിൽ സമയത്തിനു മുമ്പ് ജനിച്ച ശിശുവിനെ പോലെ വ്യത്യസ്തനായിരുന്ന എനിക്കും ക്രിസ്തു സ്വയം കാണിച്ചു തന്നു. മറ്റെല്ലാ അപ്പോസ്തലന്മാരും എന്നെക്കാൾ ശ്രേഷ്ഠരാണ്.
കാരണം ഞാൻ ദൈവത്തിന്റെ സഭയെ ഉപദ്രവിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടാൻ പോലും ഞാൻ യോഗ്യനല്ലാതായത്. പക്ഷേ ദൈവകൃപയാൽ ഞാൻ അപ്പോസ്തലനായി. അവൻ എനിക്ക് നൽകിയ കൃപ നഷ്ടപ്പെടുത്തുകയുണ്ടായില്ല. മറ്റെല്ലാ അപ്പോസ്തലന്മാരെക്കാളും ഞാൻ കഠിനാധ്വാനം ചെയ്തു. എന്നാൽ ഞാനായിരുന്നില്ല യഥാർത്ഥത്തിൽ അധ്വാനിച്ചിരുന്നത്, ദൈവകൃപ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുവോ മറ്റ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചുവോ എന്നത് പ്രധാനമല്ല. ഞങ്ങളെല്ലാം ഒരേ സംഗതിയാണ് പ്രസംഗിച്ചത്. നിങ്ങൾ വിശ്വസിച്ചതും ഇതുതന്നെ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിക്കുന്നു. പിന്നെന്താണ് മരണത്തിൽ നിന്ന് ആരും ഉയർത്തെഴുന്നേൽക്കില്ലെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത്? ആളുകൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുകയില്ലെങ്കിൽ ക്രിസ്തു ഒരിക്കലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടാവില്ല. ക്രിസ്തു ഒരിക്കലും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നാണെങ്കിൽ ഞങ്ങളുടെ പ്രസംഗങ്ങൾ നിരർത്ഥമാണ്. നിങ്ങളുടെ വിശ്വാസവും അർത്ഥരഹിതമാണ്. ദൈവത്തെപ്പറ്റി കള്ളസാക്ഷ്യം പറയുന്നതിനാൽ ഞങ്ങൾ കുറ്റക്കാരുമാകും. എന്തെന്നോ, ദൈവം ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഞങ്ങൾ ദൈവത്തെപ്പറ്റി തെറ്റായി പ്രസംഗിച്ചു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കില്ല എന്നാണെങ്കിൽ ദൈവം ക്രിസ്തുവിനെ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർത്തപ്പെട്ടില്ലെങ്കിൽ ക്രിസ്തുവും ഒരിക്കലും ഉയർക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർത്തപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അർത്ഥരഹിതമാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങളാൽ കുറ്റക്കാരാണ്. ക്രിസ്തുവിലായിരിക്കുന്ന മരിച്ചവർ നഷ്ടപ്പെടുകയും ചെയ്തു. ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രതീക്ഷ ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമാണെങ്കിൽ മറ്റുള്ള ആരെയുംകാളും ഞങ്ങളോട് ജനങ്ങൾക്ക് സഹതാപം തോന്നും. എന്നാൽ ക്രിസ്തു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. മരണത്തിൽ ഉറങ്ങിക്കിടന്ന വിശ്വാസികളിൽ നിന്ന് ആദ്യമായി ഒരു മനുഷ്യന്റെ പ്രവൃത്തി മൂലം മനുഷ്യന് മരണം സംഭവിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യൻ മൂലം മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും സംഭവിക്കുന്നു. ആദാമിൽ നാം എല്ലാവരും മരിക്കുന്നു. അതുപോലെ ക്രിസ്തുവിൽ നമ്മളെല്ലാം വീണ്ടും ജീവിപ്പിക്കപ്പെടും. പക്ഷേ എല്ലാവരും ശരിയായ ക്രമത്തിൽ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടും. ക്രിസ്തുവായിരുന്നു ആദ്യത്തെയാൾ. ക്രിസ്തു വീണ്ടും വരുമ്പോൾ ക്രിസ്തുവിന്റെ ജനതയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ അവസാനവും വരും. എല്ലാ ഭരണാധിപന്മാരെയും അധികാരികളെയും ശക്തികളെയും ക്രിസ്തു നശിപ്പിക്കും. അനന്തരം ക്രിസ്തു പിതാവായ ദൈവത്തിന് രാജ്യം സമർപ്പിക്കും. എല്ലാ ശത്രുക്കളെയും ദൈവം തന്റെ നിയന്ത്രണത്തിലാക്കുവോളം ക്രിസ്തു ഭരിക്കണം. നശിപ്പിക്കപ്പെടേണ്ട അവസാന ശത്രു മരണമാകുന്നു. തിരുവെഴുത്തു പറയുന്നു, ദൈവം എല്ലാറ്റിനെയും അവന്റെ നിയന്ത്രണത്തിന് കീഴിലാക്കി. എല്ലാറ്റിനെയും എന്ന് പറയുമ്പോൾ അതിൽ ദൈവം വരില്ലെന്ന് വ്യക്തമാണ്. ദൈവമാണ് എല്ലാറ്റിനെയും ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിലാക്കുന്നവൻ. എല്ലാം ക്രിസ്തുവിന്റെ കീഴിലായി കഴിയുമ്പോൾ പുത്രൻ സ്വയം ദൈവത്തിന് കീഴിലാകും. ദൈവമാണ് എല്ലാറ്റിനെയും ക്രിസ്തുവിന്റെ കീഴിലാക്കിയത്. ദൈവം പൂർണ്ണമായും എല്ലാറ്റിനെയും ഭരിക്കുന്നതാകിയാൽ ക്രിസ്തുവും ദൈവത്തിന് കീഴിലാക്കപ്പെടും. മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെട്ടവർ എന്തു ചെയ്യും? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുകയില്ലെങ്കിൽ പിന്നെ എന്തിന് അവർക്ക് വേണ്ടി സ്നാനപ്പെടുന്നു? നാം തന്നെ എന്തിന് എല്ലായ്പ്പോഴും അപകടത്തിൽപ്പെട്ട് കിടക്കണം? ഞാൻ എന്നും മരിക്കുന്നു. അത് സത്യമാണ്. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ ചൊല്ലി അഭിമാനിക്കുന്ന പോലെ സത്യമാണ്. എഫെസോസിൽ വച്ച് മാനുഷികമായ കരങ്ങളാൽ ഞാൻ വന്യജീവികളുമായി എന്റെ അഭിമാനത്തിനു വേണ്ടി മാത്രം ഏറ്റുമുട്ടി. ഞാൻ ഒന്നും തന്നെ നേടിയില്ല. മനുഷ്യർ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുമെന്നതിനാൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. വിഡ്ഢികളാക്കപ്പെടരുത്. ചീത്ത കൂട്ടുകാർ നല്ല ശീലങ്ങളെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ ശരിയായ ചിന്തയിലേക്ക് മടങ്ങി വരികയും പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളിൽ ചിലർ ദൈവത്തെ അറിയുന്നില്ല. അത് നാണക്കേട് തന്നെ എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ചിലർ ചോദിച്ചേക്കാം, എങ്ങനെയാണ് മരിച്ചവർ ഉയർക്കപ്പെട്ടത്? ഏതു തരം ശരീരമാണ് അവർക്കുണ്ടാകുക? അതൊക്കെ മണ്ടൻ ചോദ്യങ്ങളാണ്. നിങ്ങൾ വിത്ത് നടുമ്പോൾ അത് മുളച്ചു വരും മുമ്പ് മണ്ണിൽ മരിക്കണം. നിങ്ങൾ നടുന്ന വിത്തിന്
പിന്നീട് അതേ ശരീരമായിരിക്കില്ല ഉണ്ടാവുക. നിങ്ങൾ നടുന്നത് ഒരു വിത്ത് മാത്രം. അത് ഗോതമ്പോ മറ്റെന്തു വേണമെങ്കിലും ആകാം. പക്ഷേ ദൈവം ആലോചിച്ചുറച്ച ഒരു രൂപം അതിന് നൽകും. ദൈവം ഓരോ വിത്തിനും ഓരോ ശരീരവും നൽകുന്നു. എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യന് ഒരു തരം ശരീരം, മൃഗങ്ങൾക്ക് മറ്റൊരു ശരീരം, പക്ഷികൾക്ക് വേറൊന്ന്, മത്സ്യങ്ങൾക്കും വ്യത്യസ്തമായ ശരീരം. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. പക്ഷേ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒരു തരം, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊരു തരം. സൂര്യന് ഒരു തരം തേജസ്, ചന്ദ്രന് മറ്റൊരു തരം, നക്ഷത്രങ്ങൾക്ക് വേറൊരു തരം. ഓരോ നക്ഷത്രവും തേജസ്സിൽ വ്യത്യസ്തങ്ങളാണ്. മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവരുടെ കാര്യവും അങ്ങനെ തന്നെ. നടപ്പെട്ട ശരീരം നശിച്ചഴുകും. ആ ശരീരം അനശ്വരതയിലേക്ക് ഉയർത്തപ്പെടും. ഒരു ശരീരം നടുമ്പോൾ അപമാനത്തിലാണ് നടുക. പക്ഷേ അത് ഉയർക്കുമ്പോൾ മഹത്വത്തോടെയും. ശരീരം നടുമ്പോൾ അത് ദുർബലം, എന്നാൽ ഉയർക്കുമ്പോൾ അതിന് ശക്തിയുണ്ടാകും. നട്ട ശരീരം ഭൗതിക ശരീരമാണ്. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് ആത്മീയ ശരീരമാകും. ഭൗതിക ശരീരമുള്ളതിനാൽ ആത്മീയ ശരീരവുമുണ്ട്. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആദ്യത്തെ മനുഷ്യൻ ആദാം ഒരു ദേഹിയായി. പക്ഷേ അവസാനത്തെ ആദാം ക്രിസ്തു ജീവൻ നൽകുന്ന ആത്മാവായി. ആത്മീയ മനുഷ്യൻ ആദ്യം വന്നില്ല. ആദ്യം വന്നത് ഭൗതിക മനുഷ്യനാണ്, പിന്നീട് ആത്മീയ മനുഷ്യനും. ആദ്യ മനുഷ്യൻ ഭൂമിയിലെ പൊടിയിൽ നിന്നും വന്നു. രണ്ടാമൻ സ്വർഗത്തിൽ നിന്നും വന്നു. ജനങ്ങൾ ഭൂമിയുടേതാണ്. അവർ ഭൂമിയുടെ ആദ്യ മനുഷ്യനെ പോലെയാണ്. എന്നാൽ സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിൽ നിന്നും വന്നവനെ പോലെയാകുന്നു. നമ്മൾ ആ ഭൗമ മനുഷ്യനെ പോലെ ഉണ്ടാക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മളും ആ സ്വർഗീയ മനുഷ്യനെ പോലെ ആക്കപ്പെടും. ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു, സഹോദരീ സഹോദരന്മാരെ, മാംസത്തിനും രക്തത്തിനും ദൈവരാജ്യത്തിൽ പങ്കു കിട്ടുകയില്ല. അനശ്വരമായതിൽ നശ്വരമായവയ്ക്ക് പൈതൃകാവകാശമൊന്നും കിട്ടുകയില്ല. പക്ഷേ ശ്രദ്ധിക്കൂ, ഞാൻ നിങ്ങളോട് ഈ രഹസ്യം പറയുന്നു: നമ്മൾ എല്ലാവരും മരിക്കയില്ല. പക്ഷേ നമ്മൾക്കെല്ലാവർക്കും മാറ്റമുണ്ടാകും. അതിന് ഒരു നിമിഷം മാത്രമേ വേണ്ടൂ. ഒന്ന് കണ്ണു ചിമ്മുന്നത്ര വേഗത്തിൽ നമ്മൾ മാറ്റപ്പെടും. അവസാനത്തെ കാഹളം മുഴങ്ങുമ്പോൾ അത് സംഭവിക്കും. മരിച്ച വിശ്വാസികൾ ജീവിതത്തിന്റെ അനശ്വരതയിലേക്ക് ഉയർത്തപ്പെടും. നമ്മളെല്ലാവരും മാറ്റപ്പെടും. നശ്വരമായ ഈ ശരീരം അനശ്വരതയാൽ ആവരണം ചെയ്യപ്പെടണം. മരിക്കുന്ന ഈ ശരീരം അനശ്വരമായ എന്തെങ്കിലും ധരിക്കണം. അതുകൊണ്ട് നശിക്കുന്ന ഈ ശരീരം സ്വയം അനശ്വരമായത് ധരിക്കും. മരിക്കുന്ന ഈ ശരീരം മരിക്കാത്തതും ധരിക്കും. അത് സംഭവിക്കുമ്പോൾ തിരുവെഴുത്തിലെ ഈ വചനങ്ങൾ യാഥാർത്ഥ്യമാകും: മരണത്തെ വിജയം വിഴുങ്ങി. മരണമേ, എവിടെയാണ് നിന്റെ വിജയം? പാതാളമേ, മുറിവേൽപ്പിക്കാനുള്ള നിന്റെ ശക്തി എവിടെ? മുറിവേൽപ്പിക്കാനുള്ള മരണത്തിന്റെ ശക്തി പാപമാണ്. ന്യായപ്രമാണമാണ് പാപത്തിന്റെ ശക്തി. പക്ഷേ ദൈവത്തിന് നാം നന്ദി പറയുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവൻ നമുക്ക് വിജയം നൽകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ശക്തരായിരിക്കുക. നിങ്ങളെ മാറ്റാൻ ഒന്നിനെയും അനുവദിക്കാതിരിക്കുക. എപ്പോഴും കർത്താവിന്റെ ജോലിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുക. കർത്താവിലുള്ള നിങ്ങളുടെ ജോലി ഒരിക്കലും വ്യർത്ഥമല്ലെന്ന് നിങ്ങൾക്കറിയാം. 1 കൊരിന്ത്യർ അധ്യായം 16. ദൈവത്തിന്റെ ജനങ്ങൾക്കു വേണ്ടിയുള്ള ധനശേഖരണത്തെപ്പറ്റി ഇനി ഞാൻ എഴുതാം. ഗലാത്യയിലെ സഭകൾക്ക് ഞാൻ നൽകിയ നിർദ്ദേശങ്ങൾ നിങ്ങളും അനുസരിക്കുക. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ നിന്നും ആഴ്ചയിലെ എല്ലാ ആദ്യ ദിവസങ്ങളിലും ആകാവുന്നത്ര പണം ഓരോരുത്തരും സ്വരൂപിക്കുക. ആ പണം ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് പണം ശേഖരിക്കേണ്ടി വരില്ല. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ ദാനം യെരൂശലേമിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ചിലരെ അയക്കും. പണം കൊണ്ടുപോകാൻ നിങ്ങൾ അംഗീകരിക്കുന്നവരായിരിക്കും അവർ. അവർക്ക് ഞാൻ കത്തും കൊടുത്തുവിടാം.
ഞാൻ പോകുന്നതും നല്ലതാണെന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് എന്നോടൊത്തു പോകാം. മക്കദോനിയയിലൂടെ പോകാനാണ് എന്റെ പരിപാടി. മക്കദോനിയയിലൂടെ പോയതിനു ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തു വരും. കുറച്ചു കാലം ഞാൻ അവിടെ തങ്ങാനിടയുണ്ട്. ശീതകാലം മുഴുവനും തന്നെ ഞാൻ അവിടെ തങ്ങിയേക്കാം. അപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ എന്റെ യാത്രയിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവും. മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുകൊണ്ട് ധൃതി പിടിച്ച് നിങ്ങളെ വന്ന് കാണാൻ എനിക്കിപ്പോൾ ആഗ്രഹമില്ല. കർത്താവ് അനുവദിക്കുമെങ്കിൽ വളരെ കാലം നിങ്ങളോടൊത്ത് കഴിയാമെന്നാണ് എന്റെ പ്രതീക്ഷ. പക്ഷേ പെന്തക്കോസ്ത് വരെ ഞാൻ എഫേസോസിൽ താമസിക്കും. ഞാൻ ഇവിടെ താമസിക്കുന്നതിന് കാരണം വലിയതും സഫലവുമായ ഒരു ജോലി ചെയ്യാൻ ഞാൻ നിയുക്തനാകുന്ന ഒരവസരം കിട്ടിയിരിക്കുന്നു. ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരും അനവധിയുണ്ട്. തിമോഥെയോസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം. നിങ്ങളുടെ അടുത്ത് അവന് സൗകര്യപ്രദമായിരിക്കുന്ന കാര്യം ഉറപ്പുവരുത്തുക. അവനും എന്നെപ്പോലെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിനാൽ നിങ്ങളിൽ ആരും അവനെ സ്വീകരിക്കാൻ മടിക്കരുത്. സമാധാനപരമായ യാത്രയിലേക്ക് അയാളെ നയിക്കുക. അയാൾക്ക് എന്റെ അടുത്തേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. സഹോദരന്മാരെയും കൊണ്ട് അവൻ മടങ്ങി വരുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ. ഇനി നമ്മുടെ സഹോദരൻ അപ്പൊല്ലോസിനെ കുറിച്ച്. സഹോദരന്മാരോടൊത്ത് നിങ്ങളെ സന്ദർശിക്കാൻ ഞാൻ അവനെ കഠിനമായി പ്രേരിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ വരുന്നില്ലെന്ന് അവൻ നിശ്ചയിച്ചിരുന്നു. പക്ഷേ അവസരം കിട്ടുമ്പോൾ അവൻ വരും. സൂക്ഷിച്ചിരിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക, ധൈര്യമായിരിക്കുക, ശക്തരായിരിക്കുക, സ്നേഹത്തോടെ എല്ലാം ചെയ്യുക. അഖായയിൽ സ്തെഫാനോസും കുടുംബവുമായിരുന്നു ആദ്യ വിശ്വാസികളെന്ന് നിങ്ങൾക്കറിയാം. അവർ ദൈവജനത്തിന്റെ സേവനത്തിനായി സ്വയം സമർപ്പിച്ചവരായിരുന്നു. സഹോദരീ സഹോദരന്മാരെ, ഞാൻ ആവശ്യപ്പെടുന്നു, ഇതുപോലെയുള്ള നടത്തിപ്പിനെ അനുധാവനം ചെയ്യുക. മാത്രമല്ല, അവരോടൊത്ത് പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരെ പിന്തുടരുക. സ്തെഫാനോസും ഫോർത്തുനാത്തോസും അഖായ്ക്കോസും വന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. നിങ്ങൾ വന്നില്ലെങ്കിലും ആ സ്ഥാനത്ത് അവരുടെ സാന്നിധ്യമുണ്ട്. അവരുടെ സാന്നിധ്യം എന്റെയും നിങ്ങളുടെയും ആത്മാക്കൾക്ക് വിശ്രമം നൽകി. അവരെപ്പോലെയുള്ളവരുടെ മാഹാത്മ്യം നിങ്ങൾ അറിയണം. ആസിയയിലെ സഭകൾ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. അക്വിലാവും പ്രിസ്കില്ലയും കർത്താവിൽ നിങ്ങൾക്ക് അഭിവാദ്യങ്ങളേറെ അയക്കുന്നു. അവരുടെ വസതിയിൽ ചേരുന്ന സഭയും നിങ്ങൾക്ക് അഭിവാദ്യം നേരുന്നു. ഇവിടെയുള്ള എല്ലാ സഹോദരരും നിങ്ങൾക്ക് അഭിവാദ്യം നേരുന്നു. നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം വിശുദ്ധ ചുംബനങ്ങൾ നൽകുക. പൗലോസായ ഞാൻ ഈ ആശംസകൾ സ്വന്തം കൈപ്പടയിൽ എഴുതുന്നു. കർത്താവിനെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നും വേർവിടപ്പെട്ട് എന്നേക്കുമായി നഷ്ടപ്പെടട്ടെ. കർത്താവേ വരിക. കർത്താവായ യേശുവിന്റെ കൃപ നിങ്ങളോടൊത്തുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹം നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ.